നാൾ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അത് for 2-3 weeks they can do it continuously. Every day in the morning let them do it, or not every day, for 10 minutes the parents can make their children do the scribbling. അത് പെൻസിൽ വെച്ചല്ല, crayons വെച്ചിട്ട്. ഇനി ആ സ്ക്രിബ്ലിങ്ങിന് ഉപയോഗിച്ച ന്യൂസ് പേപ്പർ, ആ ന്യൂസ് പേപ്പർ അവർക്ക് ടെയർ ചെയ്യിക്കാം, പേപ്പർ കീറിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പറയാം നെക്സ്റ്റ് ഈസ് എ ടയറിംഗ് ആക്ടിവിറ്റി, ന്യൂസ് പേപ്പർ ടയറിംഗ് ആക്ടിവിറ്റി. പേജ് നന്നായിട്ട് കീറി. അപ്പൊ അതിങ്ങനെ നമ്മൾ പറയല്ലേ, ഒരു നശിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ട് ചിൽഡ്രൻ വുഡ് ബി വെരി ഹാപ്പി. അത് കീറുന്ന പരിപാടിയൊക്കെ അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സോ ലെറ്റ് ദം ടയർ. ആ ടയർ ചെയ്ത ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് നമുക്ക് എവിടെയെങ്കിലും കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. കളക്ട് ചെയ്ത് വെക്കണം, ബിക്കോസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സം അതർ ആക്ടിവിറ്റി. അപ്പൊ സെക്കൻഡ് വൺ ഈസ് ടയറിംഗ് ആക്ടിവിറ്റി. സോ ഇതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, ഒരിക്കൽ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താന്ന് തോന്നണം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കൂൾ വിസിറ്റ് ചെയ്തപ്പോ ആ സ്കൂളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ കുറെ ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോ one parent got angry, and the parent came to the school and asked her, what nonsense are you doing? Why don't you teach my children to write some letters? നിങ്ങൾ ഇപ്പോഴും ചുമ്മാ കളി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ പേരന്റ് പറയാണ്, I know how to tear a paper neatly. ഒരു പേപ്പർ കീറാൻ എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. Then why you are training your child to tear the newspaper or tear the paper? അപ്പൊ ആ പ്രിൻസിപ്പൾ വളരെ കാമൻ ക്വയറ്റ് ആയിട്ട് ഈ പാരന്റിനെ വിളിച്ചിട്ട് വന്നു, വരൂ എന്റെ കൂടെ എന്ന് പറഞ്ഞു വിളിച്ചു. എന്നിട്ട് ക്ലാസ്സിൽ ചെന്നിട്ട് കുട്ടികളെ കൊണ്ട് ആ ന്യൂസ് പേപ്പർ ടെയർ ചെയ്യിപ്പിച്ചു. അതിനുശേഷം ദാറ്റ് പ്രിൻസിപ്പൽ വാണ്ടഡ് ദാറ്റ് പാരന്റ് ടു ടെയർ ദ ന്യൂസ് പേപ്പർ. ഓക്കെ, ആ ന്യൂസ് പേപ്പർ ടെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം ആ പാരന്റിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രണ്ട് പേരിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് രണ്ടും ഒരു സൈഡിലേക്ക് തന്നെ പുഷ് ചെയ്യാൻ പറഞ്ഞു. ദാറ്റ് പാരന്റ് കുഡിൻ ടെയർ ദ ന്യൂസ് പേപ്പർ. ഒരേ സൈഡിലേക്ക് നമുക്ക് ആക്കിയ പേപ്പർ എന്ത് ചെയ്താൽ കീറൂലല്ലോ. അപ്പൊ then she asked, now you do it in just the opposite. ഒരു കൈ ഇങ്ങോട്ടാണെങ്കിൽ ഒരു കൈ അങ്ങോട്ട് പുൾ ചെയ്യുക. അപ്പൊ രണ്ട് സൈഡിലേക്ക് പുൾ ചെയ്യുമ്പോൾ പേപ്പർ കീറി. അപ്പൊ അവര് പറഞ്ഞു, പ്രിൻസിപ്പൾ ചോദിച്ചു, ഇതൊരു ലേണിംഗ് അല്ലേ? നമ്മൾ ഒരേ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കുമ്പോഴാണ് ആ പേപ്പർ കീറുന്നത്. സോ യുവർ ചൈൽഡ് ലേൺസ് ദാറ്റ്. ഇനി ഏത് സംഗതിയും കീറാൻ നേരത്ത് ഈ ഐഡിയ ഓൾറെഡി കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടെന്ന്. അപ്പൊ ഇതിലൊരു ലേണിംഗ് ഉണ്ട്, അതോടൊപ്പം ഫിംഗർ മസിൽ സ്ട്രെങ്ത്തിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഈ ഷെയർ ചെയ്ത പേപ്പർ വീണ്ടും പാരന്റിന് അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. ചുമ്മാ സർക്കിൾസോ സ്ക്വയേഴ്സോ എന്ത് വേണമെങ്കിലും വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ, ആ പാറ്റേണിന്റെ ഉള്ളിൽ കുട്ടിയെ കൊണ്ട് ആ പേപ്പർ ബിറ്റ്സ് പേസ്റ്റ് ചെയ്യിക്കാം, ഗ്ലൂ ചെയ്യിക്കാം. സോ ദ ചൈൽഡ് വിൽ ടേക്ക് സം ടൈം. വളരെ കീനായിട്ട് ഇങ്ങനെ പശ തേച്ചൊട്ടിച്ച് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പൊ നമ്മളുടെ അവിടെ വരുന്ന നമുക്ക് കിട്ടുന്ന സ്കിൽസ് എന്തൊക്കെയാണ്? ഒന്ന്, കോൺസെൻട്രേഷൻ ഡെവലപ്പിംഗ്, ദെൻ ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്മെന്റ്, ദെൻ ഫിംഗർ മസിൽ സ്ട്രെങ്ത് ഓർ വാട്ട് എവർ. അതെല്ലാം ആ ബൗണ്ടറിയുടെ ഉള്ളിൽ അതെല്ലാം പേപ്പർ ബിറ്റ്സും കുട്ടി വയ്ക്കുമ്പോൾ അത്രയും ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്മെന്റ് ആണ്. അല്ലാണ്ട് അതിന് വേറെ ഭംഗിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഈസ് അനദർ ആക്ടിവിറ്റി ഫോർ പ്രീ ലേണിംഗ് ആക്ടിവിറ്റി. കുട്ടികൾക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുമരില് ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് അതിൽ ക്രയോൺസ് കൊണ്ട് പെയിന്റ് ചെയ്യിക്കാം. ബട്ട് ആ പേപ്പർ വയ്ക്കുന്നത് കുട്ടിയുടെ അതേ ഹൈറ്റിലായിരിക്കണം. നിന്നുകൊണ്ട് ഇങ്ങനെ ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. അത് ദാറ്റ് ഓൾസോ വിൽ ഇംപ്രൂവ് ദെയർ ഹാൻഡ് സ്ട്രെങ്ത്. കൈകൾക്ക് നല്ല ബലം കിട്ടും. കാരണം ഈ ക്രയോൺസ് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടി കൂടുതൽ അതിലേക്ക് ബലം കൊടുത്ത് ഫോക്കസ് ചെയ്യും. സോ ദാറ്റ് ഓൾസോ വിൽ ഇംപ്രൂവ് ഹിസ് പെൻസിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി. ഈ നിലത്ത് കിടന്ന് പടം വരയ്ക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടമാണ്. ദാറ്റ് ഓൾസോ യു ക്യാൻ സപ്പോർട്ട്. അപ്പൊ കുഞ്ഞുങ്ങളോട് ഈ അങ്ങനെ ചെയ്യാത്ത കുട്ടിയെ നിർബന്ധിച്ച് അടിച്ച് കമഴ്ത്തി കിടത്തരുത്. പക്ഷേ അങ്ങനെ കിടന്ന് പടം വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ്. കമഴ്ന്ന് വയറ് വെച്ച് ഇങ്ങനെ ചമ്മിയിൽ കമഴ്ന്ന് കിടന്നിട്ട് let them color it. That is also a good activity. The child would be relaxed and child would be so happy to do that. Now, മണലില് വീടാവുമ്പോ മണലും മണ്ണൊക്കെ കാണും. ഒരു ട്രേയില് മണല് അല്ലെങ്കിൽ അരി വാട്ടെവർ അങ്ങനെ ഡ്രൈ പൗഡർ എന്തെടുത്തിട്ടും അതിൽ കുട്ടിയെ കൊണ്ട് വിരലുകൾ കൊണ്ട് ലൈൻസ്, സ്ലീപ്പിംഗ് ലൈൻസ്, സ്റ്റാൻഡിംഗ് ലൈൻസ്, അത്തരം ലൈൻസ്, കർവ്സ്, ലെഫ്റ്റ് കർവ്, റൈറ്റ് കർവ്, അപ്പ് കർവ്, ഡൗൺ കർവ്, സർക്കിൾസ്, ഇതെല്ലാം വരപ്പിക്കുന്നതും ലെറ്റേഴ്സ് അറിയുന്ന കുട്ടിയാണെങ്കിൽ ലെറ്റേഴ്സ് എഴുതിക്കുന്നതും ഒക്കെ നല്ല ആക്ടിവിറ്റിയാണ്. ദാറ്റ് ഇസ് അനദർ ആക്ടിവിറ്റി. മണ്ണില് മുറ്റത്ത് ഇറങ്ങിയിരുന്ന മണ്ണില് പെൻസിലിന്റെ വലുപ്പമുള്ള കമ്പ് കൊണ്ട് സ്ക്രിബിൾ ചെയ്യിക്കുന്നതും നല്ല ആക്ടിവിറ്റിയാണ്. നൗ ഈ സിപ്ലോക്ക് ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ചെറിയ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന പ്ലാസ്റ്റിക് ബാഗ്, ട്രാൻസ്പെറന്റ് ബാഗ്സ് ഉണ്ട്. നമ്മൾ പാഴ്സൽ ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാഗ്സ് ഉണ്ട്.
അത്തരം ബാഗുകൾ എടുത്തിട്ട് പാരന്റ്സിന് അത്തരം ബാഗ് എടുത്തിട്ട് അതിന്റെ ഉള്ളില് ഷാംപൂ or any jelly type material, ഷാംപൂ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, ഇച്ചിരി കളർ ഉള്ളതാണെങ്കിൽ അതിൽ ഇത്തിരി കളർ ആഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്താൽ, പാർഷ്യലി ഫില്ല് ചെയ്താൽ, എന്നിട്ട് ആ കവർ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യും. ഓൺ ദാറ്റ് പ്ലീസ് ആസ്ക് യുവർ ചൈൽഡ് ടു ഡ്രോ ലൈൻസ്, കർവ്സ് എക്സെട്ര. അപ്പൊ അതിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ അതിൽ പ്രസ് ചെയ്തിട്ട് ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഷാംപൂ ഒക്കെ that will get separated on both sides, so your child can see a line is being formed. ഒരു ലൈൻ അവിടെ ഉണ്ടാകുന്നത് കുഞ്ഞിന് കാണാൻ സാധിക്കും, അത് അപ്പ തന്നെ പോവുകയും ചെയ്യും. So your child would be excited to see that lines or curves or patterns again and again, and that is a good activity for finger development, that muscle development or whatever, hand-eye coordination. So that also can be given as an activity. Then ഒരു ചെറിയ ബൗളില് വെള്ളം എടുക്കുക, ഒരു പെയിന്റിംഗ് ബ്രഷ് കൊടുക്കുക, വെള്ളം പെയിന്റിംഗ് ബ്രഷ്, ആൻഡ് കുട്ടിയോട് പറയാ പ്ലീസ് പെയിന്റ് വാട്ടർ ഓൺ ദ ഫ്ലോർ, വെള്ളം താഴെ പെയിന്റ് ചെയ്യുക എന്ന് പറയാം. അപ്പൊ കുട്ടിക്ക് അത് മുക്കിയിട്ട് വെറുതെ ഫ്ലോറിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യാം. അപ്പൊ സംടൈംസ് യുവർ ചൈൽഡ് മേ ആസ്ക് യു, there is no color, I am painting but there is no color. So parent can say, teacher should ask your parents, say, wow, beautiful, it's beautiful, you are doing it well, so do it again, please do it again. അപ്പൊ കുറച്ചു നേരം അവരിങ്ങനെ പെയിന്റ് ചെയ്തിട്ട്, ഇതൊക്കെ ഒരുപാട് നേരം ഒന്നും മക്കൾ ചെയ്യൂല, അത് വേണ്ട, കുറച്ചു നേരം മതി. ബട്ട് ദാറ്റ് ഇസ് ഓൾസോ ആൻ ആക്ടിവിറ്റി. along with this, വീട്ടില് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് കട്ട് ചെയ്യിക്കാൻ പറയാം, ബട്ട് നോട്ട് യൂസിങ് ദ റെഗുലർ കിച്ചൺ നൈഫ്, ക്യാൻ ബി ഡൺ വിത്ത് കേക്ക് കട്ടർ. കേക്ക് കട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് അത് കട്ട് ചെയ്യിക്കാം. കുട്ടികളുടെ ചിൽഡ്രൻ സിസേഴ്സ് കിട്ടും, ആ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യിക്കാം. എന്നിട്ട് ആ വെജിറ്റബിൾസ് ഇപ്പം അവർക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് പപ്പായ, ക്യുക്കമ്പർ, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എങ്കിൽ അവർക്കത് തിന്നാലോ, കട്ട് ചെയ്തിട്ട് അങ്ങ് കഴിക്കാം. മാംഗോ, അതെല്ലാം കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം ആ കട്ടിങ്ങും നല്ലൊരു ആക്ടിവിറ്റിയാണ്. ദെൻ ക്ലേ, കളിമണ്ണ് കുഴച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് കുഴച്ചിട്ട് മൈദ കുഴച്ചിട്ട് കുട്ടികളെ കൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസ്, അതായത് ഇങ്ങനെ 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 കാണിച്ച് സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ കാണിച്ച് സ്ലീപ്പിംഗ് ലൈൻ, ദെൻ അതിനകത്തുനിന്ന് ബോൾസ്, ലെറ്റേഴ്സ് അറിയുന്ന കുട്ടിയാണ് ലെറ്റേഴ്സ്, അതുപോലെ അത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ നീളത്തിൽ റോഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ കേക്ക് കട്ടർ ഉപയോഗിച്ചിട്ട് ask them to cut it and make it into small pieces, again join it and go for making a dough. അതിങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് ഗുഡ് ആക്ടിവിറ്റി. ഇതുപോലെ എന്തും നിങ്ങൾക്ക് ചെയ്യിക്കാം. ഞാൻ ക്ലാസ്സസിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതും ചെയ്യിക്കാം. ഒരു പാത്രത്തിൽ നമ്മുടെ നട്ട്സ് എടുത്തിട്ട്, ആ നട്ട്സ് പീനട്ട്സ് എടുത്തിട്ട് പീനട്ട്സ് വേണമെങ്കിൽ വേറൊന്നിലേക്ക് പെറുക്കി ഇടുന്നത്, ദാറ്റ് ഈസ് അഗൈൻ എ ഗുഡ് ആക്ടിവിറ്റി. അപ്പൊ ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ടീച്ചേഴ്സിന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഇതുപോലെ കണ്ടുപിടിക്കാം. So you just give your parent or 10 or 15 or 20 activities കൊടുക്കുക for 1 or 2 weeks, let them do it, and your children also would be so happy. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കും. പിന്നെ എല്ലാ ABCD എഴുതാൻ പറഞ്ഞാൽ വീട്ടിലിരുന്ന് അവരങ്ങനെ എഴുതൂല. എപ്പോഴും പേരൻസ് നമ്മളോട് പറയാറുള്ളത് എന്താ, വീട്ടിലിരുന്ന് ഒന്നും ചെയ്യില്ല മിസ്സേ, നിങ്ങൾ പറഞ്ഞാലേ ചെയ്യുള്ളൂ. So please understand the same thing. At home, your children wouldn't be happy to write a lot. So അതിലേക്ക് നമുക്ക് പതുക്കെ വരുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് അവരൊന്ന് ഹാപ്പി ആക്കുക. ഓക്കെ, ഈ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും LKGക്ക് കൊടുക്കാം, ഇതിൽ കൂടുതൽ കൊടുക്കാം. എന്നിട്ട് you can follow the textbook. എന്നിട്ട് പാരന്റ്സിനോട് പറയാ, now please make your children or child do the activities or complete the pages from 9 to 12 or 7 to 12 within a week. ഇന്ന് ഒരു പേജ് ചെയ്യാന്നിട്ട് നിങ്ങൾ നാളെ അതിന്റെ ഫോട്ടോ ഇമേജ് എടുത്ത് വാട്സപ്പിൽ ഇടുക, whatever be your system, I don't know. അപ്പൊ ഓക്കെ, അടുത്ത ദിവസം അടുത്ത പേജ്. അപ്പൊ നിങ്ങൾക്ക് ഒരാഴ്ച അത് ചെയ്യാനുള്ളതുണ്ട് അല്ലെ? എന്നിട്ടൊക്കെ ലെറ്റേഴ്സിലേക്ക് പോകണ്ടു. ഇതിന്റെ കൂടെ ഇതേ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ട് we are giving you some introductory worksheets. From Password you are getting some introductory worksheets. ആ വർക്ക്ഷീറ്റ്സ് പാരന്റ്സിന് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പാരന്റ്സിന് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാം, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവർക്ക് അത് ചെയ്യിക്കാം. ഓക്കെ, അതൊക്കെ എത്ര പാരന്റ്സ് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ചെയ്യിക്കും എന്ന് അറിഞ്ഞൂടാ, പക്ഷെ വേണമെങ്കിൽ അവർക്ക് ചെയ്യിക്കാം. ബട്ട് we have everything. നമുക്ക് ആക്ടിവിറ്റി ഉണ്ട്, നിങ്ങൾ കൊടുക്കുന്ന ഓൺലൈൻ വീഡിയോസ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന വീഡിയോസ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന വർക്ക്ഷീറ്റ്സ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്. We have everything. So your parents are, we don't know with what your parents are convenient and comfortable with. Let them give their children whatever they want. So you have to go for all the options. That's all. That is one thing. Okay, so things are clear. ഇതിന്റെ കൂടെ ചെയ്യിക്കാം, അച്ഛന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇടിക്കാം,
ബട്ടൺസ് അഴിപ്പിക്കാം, ബട്ടൺസ് ഇടിയിക്കാം, അതൊക്കെ ചെയ്യിക്കാം. അതുപോലെ സിപ്പ്, പാന്റിന്റെ സിപ്പ് മുകളിലേക്ക് ആക്കുക, താഴത്തേക്ക് ആക്കുക, അതൊക്കെ ചെയ്യിക്കാം. ഇതൊക്കെ ഒരുപാട് തവണ ചെയ്യിക്കുമ്പോൾ മിക്ക പാന്റിനും സിപ്പ് ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും യൂസ് ഇല്ലാത്ത പാന്റ് കണ്ടുവച്ചിട്ട് സിപ്പ് ഇടിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാം എന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, സോ ദീസ് ആർ ദ ആക്ടിവിറ്റീസ് ഫോർ LKG. ഇതേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് UKG കൊടുക്കാം. അപ്പൊ ഞാൻ പക്ഷെ അതിന് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള 1-2 പറയാം. അതായത് പാരന്റ്സ് സ്ക്രിബിൾ ചെയ്യിക്കുമ്പോൾ ആ സ്ക്രിബിളിംഗ് ലെറ്റേഴ്സ് ആയിരിക്കണം. ഇംഗ്ലീഷ് ആൽഫബറ്റ്, മലയാളം ആൽഫബറ്റ്, ഓർ ഹിന്ദി അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൽഫബറ്റ് സ്ക്രിബിൾ ചെയ്യിക്കാം. ഈ ക്ലേ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇംഗ്ലീഷ് മലയാളം ലെറ്റേഴ്സ് ഉണ്ടാക്കിക്കാം കുട്ടിയെ കൊണ്ട്. അതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഈ ക്യാബേജിന്റെ ലീവ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ആൽഫബറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറയാം. സോ ദ ചൈൽഡ് ക്യാൻ ഈറ്റ് ദാറ്റ് ക്യാബേജ് ദെൻ. ക്യാബേജ് തിന്നണതിൽ കുഴപ്പമൊന്നുമില്ല റോ ആയിട്ട്. അപ്പോ ദാറ്റ് ഈസ് അഗെയിൻ ലെറ്റേഴ്സിന്റെ പാറ്റേൺസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഉള്ളില് കളർ ചെയ്യിക്കാം. അതിന്റെ ഉള്ളില് എന്താണ് അരി അല്ലെങ്കിൽ ഈ ചെറുപയറൊക്കെ അതിന്റെ ഉള്ളില് ഗ്ലൂ ചെയ്യിക്കാം, കടുക് ഗ്ലൂ ചെയ്യിക്കാം. അപ്പൊ നിങ്ങൾ സാധാരണ നിങ്ങളുടെ കിച്ചൺ ബഡ്ജറ്റിനേക്കാളും പാരന്റ്സ് അതിന്റെ കിച്ചൺ ബഡ്ജറ്റിനേക്കാളും 2 കിലോ കൂടുതൽ കടലയൊക്കെ വാങ്ങിക്കേണ്ടി വരുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, യു ക്യാൻ മേക്ക് ദം ഡു സച്ച് ആക്ടിവിറ്റീസ്, ബട്ട് നൈസ് ആക്ടിവിറ്റീസ്. അപ്പൊ എല്ലാ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് ബി റിലേറ്റഡ് ടു ദ ആൽഫബറ്റ് ഓർ നമ്പേഴ്സ്, മാക്സിലെ നമ്പേഴ്സ്, അതും ചെയ്യിക്കാം. ഇനി പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരുടെ വീടിന്റെ ഉള്ളിലോ അതല്ലെങ്കിൽ പുറത്തോ ഈ ലെറ്റേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ വരയ്ക്കുക. ഇപ്പൊ M, ക്ലോസ് D പോലെയുള്ള നമ്പേഴ്സ്, 8 നമ്പേഴ്സ്, പിന്നെ ലെറ്റേഴ്സ് ഒക്കെ വരച്ചിട്ട് അതിലെ കുട്ടികളെ കൊണ്ട് സൈക്കിൾ ഔട്ടിക്കുക. You just ask their children to ride a bicycle just above these letters or numbers or whatever. Okay, അത് നല്ലൊരു ആക്ടിവിറ്റി അല്ലേ? ബിക്കോസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, സൈക്കിൾ ഔട്ടാണല്ലേ പറയണേ. പക്ഷെ അങ്ങനെ പോകുമ്പോ പാരന്റ് എന്ത് ചെയ്യണം? Which is this letter? So you are riding over a letter, English alphabet, and which is the alphabet? Yeah, that is M. So what is the sound of M? M makes a sound. So can you tell me some examples that begins with the sound M? Apa sounds? Adu vechittulla mango, mop, monkey. Such examples also could be said. അപ്പൊ അത് പഠിത്തം ആയിരിക്കണം, പക്ഷെ കുട്ടി ഈ ഒരു ആക്ടിവിറ്റിയും ചെയ്യണം. അപ്പൊ ചൈൽഡ് വുഡ് ബി സോ ഹാപ്പി. So that is a good activity. Then another one, ഒരു 26 letter cards പാരന്റിനോട് ഉണ്ടാക്കാൻ പറയാം. ചുമ്മാ ചാർട്ട് പേപ്പറിൽ 26 letter cards, ഇംഗ്ലീഷ് ആൽഫബറ്റ് or മലയാളം ആൽഫബറ്റ് ഏതും ചെയ്യാട്ടോ നിങ്ങൾക്ക്, അത് ചെയ്യാം. എന്നിട്ട് അത് ഫ്ലോറിലേക്ക് ഇട്ട് കൊടുക്കാൻ പറയാം. അപ്പൊ അമ്മയും കുട്ടിയും കൂടി ഇരുന്ന് കളിക്കുകയാണ്. സോ ഫ്ലോറിലേക്ക് ഇട്ടിട്ട് അമ്മ ക്യാൻ ടെൽ വൺ വേർഡ്. അത് 3 letter വേർഡ്സ് ആണെങ്കിൽ അവർക്ക് അറിയായിരിക്കും. അപ്പൊ മേ ബി ഇറ്റ്സ് മാറ്റ്. So Amma pronounce a word or says a word mat, and the sounds t, and tell the child to get the cards that can make this word mat. അപ്പൊ കുട്ടി 26 കാർഡ്സിൽ നിന്ന് M എടുക്കണം, A എടുക്കണം, C എടുക്കണം, എന്നിട്ട് ഫ്ലോറിൽ വെച്ച് അമ്മനെ കാണിക്കാം. അമ്മ ദിസ് ഇസ് മാറ്റ്. ഓക്കെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ അത് ATM ആയി പോകും. അപ്പൊ ദാറ്റ് ഇസ് ഓൾസോ എ വേർഡ് യു ക്യാൻ എക്സ്പെക്ട് സച്ച് ആൻസർ ഫ്രം യുവർ ചൈൽഡ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതുപോലെ ഏത് വേർഡും അമ്മയ്ക്ക് പറയാം. ഇനി അമ്മയ്ക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് വേർഡ് പറയാം എന്ന് വിചാരിക്കൂ. അമ്മ ക്യാൻ സേ alligator. So don't expect your child collecting all the cards that forms alligator. പക്ഷെ ഒന്ന് പറ്റും, അമ്മ ക്യാൻ സേ so which is the first letter in alligator. അപ്പൊ ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കാലോ. അങ്ങനെ എത്ര വേർഡ്സ് വേണമെങ്കിലും അമ്മയ്ക്ക് പറയാം. pumpkin. So which is the first sound? Sorry, p. That p ഏത് ലെറ്റർ ആണ് p സൗണ്ട്സ് മേക്ക് ചെയ്യണത്? P. So can you get me that letter P? അപ്പൊ കുട്ടിക്ക് ആ ലെറ്റർ എടുത്തു തരാം. അപ്പൊ ഇതൊരു നല്ല എത്ര നേരം വേണമെങ്കിലും അവർക്ക് ചെയ്യിക്കാം. EVSനെ ബേസ് ചെയ്ത് ചെയ്യിക്കാം, നമ്പർ നെയിംസിനെ ബേസ് ചെയ്ത് ചെയ്യിക്കാം, ഇംഗ്ലീഷ് വേർഡ്സിനെ ബേസ് ചെയ്ത് ചെയ്യിക്കാം. സോ യു ക്യാൻ സജസ്റ്റ് ദിസ് ആക്ടിവിറ്റി ടു യുവർ പാരന്റ്. ആൻഡ് അമ്മ കടയിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോ, അതായത് സംടൈംസ് ദേ ആർ ഗോയിങ് ഫോർ പർച്ചേസിങ് സം ഗ്രോസറി ഐറ്റംസ്. ആ ഗ്രോസറി ഐറ്റംസിന്റെ ഒക്കെ ലിസ്റ്റ് എഴുതുമ്പോ കുട്ടിയെ കൊണ്ട് എഴുതിക്കാം. ആ കുട്ടിയെ കൊണ്ട് എഴുതിക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ പറയുന്ന സംടൈംസ് ഇറ്റ് ഈസ് ബട്ടർ എന്നാണെങ്കിൽ ആ അത് B മാത്രം എഴുതിച്ചാൽ മതി. ആ ഫസ്റ്റ് ലെറ്റർ കുട്ടിക്ക് എഴുതാനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുട്ടിയെ കൊണ്ട് ആ ലിസ്റ്റ് എഴുതിക്കുക. കുട്ടിയുടെ റൂംസ് അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും റൂം ലേബൽ ചെയ്യണം. അതായത് ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും, കബോർഡ്, അവിടെ ഒരു കബോർഡ് എന്ന് ഒരു വാക്ക് എഴുതി വെക്കാം. അപ്പൊ എവറി ഡേ അത് കാണുമ്പോൾ ഫസ്റ്റ് സൗണ്ട് എന്താണ്?
അക് സൗണ്ട് ആണ് കുട്ടി കാണുക, ലെറ്റർ സി ആണ്. ഡോറിന്റെ അവിടെ ഒരു ലേബൽ എഴുതി വെക്കാം. ഫസ്റ്റ് ലെറ്റർ ഡി ആണ്, ഓർ സൗണ്ട് ജ ആണ്. വിൻഡോ, അതുപോലെ ക്ലോത്ത്സ്, ബുക്സ്, കമ്പ്യൂട്ടർ, ടേബിൾ, ചെയർ, ഇവിടെ എല്ലാം ലേബലിംഗ് ചെയ്യിക്കാം. ഇതൊന്നും ചെയ്യാൻ ഒരു പേരന്റിനും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് ദാറ്റ് ഇസ് എ നൈസ് ആക്ടിവിറ്റി. അപ്പൊ ഇതെന്താ വെച്ചാൽ എവറി ഡേ ഇത് കുട്ടി കാണും. ഒരു ചെയർ കാണുമ്പോൾ ചെയറാന്ന് അറിയാം, പക്ഷെ ചെയർ എന്നുള്ള വാക്കും കാണുമ്പോൾ ഫസ്റ്റ് സൗണ്ട് ആണെന്നുള്ളത് കുട്ടിക്ക് അറിയാൻ പറ്റും. അപ്പൊ അതെല്ലാം റിപ്പീറ്റഡ്ലി അതങ്ങനെ കണ്ട് ആ സൗണ്ട്സ് ഒന്നും കുട്ടി ഒരിക്കലും മറക്കൂല. അപ്പൊ ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ആക്ടിവിറ്റി. ഇത്തരം ആക്ടിവിറ്റീസ് കൂടെ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കുക ഫോർ UKG ചിൽഡ്രൻ. അതുപോലെ ഡോട്ട്സ് വെച്ച് ലെറ്റേഴ്സ് എഴുതിക്കുക. ഓക്കെ, നമ്മൾ സാധാരണ ഡോട്ട്സ് ഇട്ടിട്ട് ട്രേസ് ചെയ്യാനാണ് പറയാ. ഡോട്ട്സ് വച്ചിട്ട് എഴുതിക്കാനായിട്ട് പറയാം. ഡോട്ട്സ്, അതായത് ഡോട്ട്സിന്റെ രൂപത്തിൽ ലെറ്റേഴ്സ് എഴുതുക, ഡോട്ട്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ. സോ ദാറ്റ് ഇസ് അഗെയിൻ എ ഗുഡ് ആക്ടിവിറ്റി. പിന്നെ അമ്മയ്ക്കും കുട്ടിക്കും കൂടെ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന മറ്റൊന്ന്, കുട്ടിയെ ബ്ലൈൻഡ് ഫോൾഡ് ആക്കുക, എന്നിട്ട് കണ്ണ് കെട്ടുക അല്ലെങ്കിൽ കണ്ണടയ്ക്കാൻ പറയാ. എന്നിട്ട് അമ്മ ക്യാൻ റൈറ്റ് എ ലെറ്റർ ഓൺ ഹിസ് ബാക്ക്, അറ്റ് ഹിസ് ബാക്ക്, പുറത്ത് എഴുതാം ഒരു ലെറ്റർ, ഇല്ലെങ്കിൽ കയ്യിൽ എഴുതാം. അപ്പൊ കണ്ണടച്ചിരുന്നിട്ട് കണ്ണടച്ചാണ് കുട്ടി ഇരിക്കണം. അമ്മ ഇത് എഴുതുമ്പോൾ ചോദിക്കണം, ക്യാൻ യു ടെൽ മീ വിച്ച് ലെറ്റർ ഐ ഹാവ് റിട്ടൺ ഓൺ യുവർ ഹാൻഡ് ഓർ അറ്റ് യുവർ ബാക്ക്. അപ്പോ ഈ എഴുതുമ്പോൾ ഉള്ള വിരലിന്റെ മൂവ്മെന്റ് ആണ് കുട്ടിയുടെ ബ്രെയിനിലേക്ക് വരുന്നത്. ആ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഏത് ലെറ്റർ ആണെന്ന് കുട്ടിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 100% ഓക്കെയാണ്. That child can write that letter because that image has already imprinted in his brain. ആ എത്ര കോംപ്ലിക്കേറ്റഡ്, ഇപ്പൊ ക്യൂ എന്ന് എഴുതിയാൽ പോലും കുട്ടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ that letter has already, that image of that letter is already there in his brain. അപ്പൊ that is also a wonderful activity. അപ്പൊ അമ്മയ്ക്ക് എന്തെല്ലാം ഒരു വാക്ക് തന്നെ എഴുതാമല്ലോ അല്ലെ. ഇപ്പൊ ക്യാറ്റ് എന്ന് എഴുതാം, എന്നിട്ട് അമ്മയ്ക്ക് ചോദിക്കാം which word I have written, അപ്പൊ അത് ക്യാറ്റ് ആണ്. അപ്പൊ അങ്ങനെ പറയിപ്പിക്കാം. സോ ഓൾ ദീസ് ആക്ടിവിറ്റീസ് നല്ല ആക്ടിവിറ്റീസ് അല്ലേ? എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി തമ്പൊന്ന് നോക്കി കാണിക്കൂ. താങ്ക് യു. എന്റെ സന്തോഷത്തിനാന്ന് പറഞ്ഞുകൊണ്ടാ കാണിക്കണം എന്ന് എനിക്ക് തോന്നണേ. എനിവേ, അപ്പോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇതിന്റെ കൂടെ എന്തും ആവാം. അപ്പൊ വെജിറ്റബിൾ പ്രിന്റിംഗ്, അണിയൻ വെച്ചിട്ടുള്ള പ്രിന്റിംഗ്, ലേഡീസ് ഫിംഗർ വെച്ചിട്ടുള്ള പ്രിന്റിംഗ്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യിക്കാം. ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇരുന്ന് ഓൺലൈൻ വീഡിയോയിൽ പറയണം. So today, through this video, I would like to tell you some pre-learning activities to you, to the parents, so that you can make your children do that. Okay, what is a pre-learning activity? What is its intention, or what is its advantage? Now these are the activities. അപ്പൊ ഈ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ചെയ്തും കൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ ഇത്രയും ആക്ടിവിറ്റി നിങ്ങൾക്ക് ഒരു 4 വീഡിയോ ചെയ്യാനുണ്ടാവും. ഓക്കെ, ആ ക്ലേ ഒക്കെ എടുത്ത് വെച്ചിട്ട് ക്ലേ കൊണ്ട് എങ്ങനെയാ ലെറ്റേഴ്സ് ഉണ്ടാക്കണേ, അതെങ്ങനെയാ കട്ട് ചെയ്യണേ, ഇതൊക്കെ നിങ്ങൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ ലെക്ചർ ചെയ്യരുത്, എല്ലാം നിങ്ങൾ ചെയ്ത് കാണിക്കണം. ഓക്കെ, വീഡിയോയില്. സോ അതാ ഞാൻ പറഞ്ഞ ലേണിംഗ് എയ്ഡ്സ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പാരന്റ്സ് പറയും വാവ് സൂപ്പർ, കണ്ടോ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് കണ്ടോ എന്ന് പറയണം. ഓക്കെ, ആർ യു ഹാപ്പി? ഐ തിങ്ക് യു ആർ ഹാപ്പി. ഇതൊക്കെ ഒന്ന് ചെയ്താൽ, എന്നിട്ട് ഇതൊക്കെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ, പാസ്വേഡിനെ അറിയിക്കണം. ഇനി ഇതിന്റെ കൂടെ ഇപ്പൊ UKGയുടെ അല്ലേ നമ്മൾ പറഞ്ഞ, ഇതിന്റെ കൂടെ ടെക്സ്റ്റ് ബുക്കിലെ 2-3 പേജസ് ഉണ്ട്. അത് ഞാൻ പറയും, ഇപ്പൊ ബ്രേക്കിന് ശേഷം പറയും. ആൻഡ് ഇൻട്രോഡക്ടറി വർക്ക്ഷീറ്റ്സ്. അപ്പൊ UKGയുടെ വീഡിയോ എങ്ങനെയായിരിക്കണം? ആദ്യം UKG ടെക്സ്റ്റ് ബുക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. UKG പാക്ക്, ബട്ടർഫ്ലൈസ് പാക്ക് എന്താണെന്ന് അവരെ പഠിപ്പിക്കുക, പേരൻസിനെ പറഞ്ഞു മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പ്രീ ലേണിംഗ് ആക്ടിവിറ്റീസ് ഒരാഴ്ച 2 ആഴ്ച ചെയ്യിക്കേണ്ടത് കൊടുക്കുക. അതിനുശേഷം ഇൻട്രോഡക്ടറി വർക്ക്ഷീറ്റ്സിനെ കുറിച്ച് പറയുക, ഇൻട്രോഡക്ടറി വർക്ക്ഷീറ്റ്സ് ചെയ്യിപ്പിക്കുക, അതിന്റെ റെസ്പോൺസ് എടുക്കുക. അതിനുശേഷം ഗോ ടു ദ ടെക്സ്റ്റ് ബുക്കിലെ 2-3 പേജ് അതൊന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്. then you can start your lessons one by one. അത് ഫസ്റ്റ് പേജ് എന്താണ്, വവൽസ് ആണ്, വാട്ട് എവർ ഓർ മാത്സ് എന്താണ്, അതങ്ങനെ you can start. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഏകദേശം ഒരു ഫസ്റ്റ് സെഗ്മെന്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മെസ്സേജ് ചെയ്യണം. അതിൽ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ആ മെസ്സേജ് ഓപ്ഷൻ എടുത്ത് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീം ഇവിടെ ഇരുന്ന് അത് നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഞാൻ എന്ത് പറയണമെങ്കിലും അത് ഞാൻ അതിനെക്കുറിച്ച് പറയണതായിരിക്കും. സമയം പോലെ നമുക്ക് പറയാം. ക്ലിയർ? അപ്പോ ഞാൻ ഇതും കൂടെ കാണിച്ചു തരാം. ഇതാണ് LKGയുടെ പേജ് നമ്പർ 7 തൊട്ട് ട്രേസിംഗ് ലൈൻസ് ആണ്. ട്രേസിംഗ് ലൈൻസ്. ഓക്കെ, പേജ് നമ്പർ 7 ടു പേജ് നമ്പർ 12. ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെ. അപ്പോ ഇതാണ് നിങ്ങൾ പാരന്റ്സിന് ഗൈഡൻസ് കൊടുത്ത് ആദ്യം ചെയ്യിക്കേണ്ടത്.
Is it clear? അതിന് മുൻപ് കളേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ശേഷം എടുത്താൽ മതി. ഈ ട്രേസിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കളറിംഗിലേക്ക് വന്നാൽ മതി. അപ്പൊ കളറിംഗ് നന്നായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കുറേ സംഗതികളൊക്കെ എടുത്തു വെച്ച് പല രീതിയിൽ കുട്ടികളോട് ചോദിച്ച് ഒക്കെ നിങ്ങൾക്ക് ചെയ്യിക്കാൻ സാധിക്കുക കളറിംഗ്. അപ്പൊ അതിന് മുമ്പ് പക്ഷെ ട്രേസിംഗ് ചെയ്യിച്ചിരിക്കണം. അതിനുശേഷം ഈ എന്താണ് ഒരു ആപ്പിൾ ട്രീ. ഞാൻ പറഞ്ഞില്ലേ, പേരൻസ് ഇങ്ങനെ നോക്കാൻ തുടങ്ങുമ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പേജും അവർ നോക്കും. അപ്പൊ നിങ്ങൾ ഈ ആപ്പിൾ ട്രീ പോലും ഈ ആൽഫബറ്റ് ട്രീ പോലും കളയരുത്. You should not miss this page. ഇത് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റണം. It's a story. Okay, you can speak about trees, you can speak about apple, you can speak about fruits, and then you please come to this and see, you can say, see, there is an apple tree in this textbook. So do you like apples? Of course, it's sweet and it's tasty, it's good for your health. So I'm so happy to give you some apples. Okay, because I love you, my dear children, you are my children, and I would be so happy, excited to give you some apples. But these apples are special. How they are special? See, these apples are having some letters on them. So do you want to have these apples with the letters or letter apples? Do you wish to get it? Of course I will give. But before that, do you know how many apples are there? There are 26 apples with letters. Wow, I will give you all the 26 apples with these letters. But before you collect it, before you get it, I would like everybody to learn the names of these letters and their sounds. Then I will give you the 26, all these 26 apples. Okay, so shall we take the apples one by one and learn their names and sounds, learn its name and sound? Okay, so go to the next one. So first apple that has the name A and it makes a sound ah. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പേജ് പോലും വെറുതെ കളയരുത്. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പോയാൽ കാര്യങ്ങൾ നല്ല രസമായിരിക്കും. അപ്പോ UKGയുടെ ഫസ്റ്റ് റിവിഷൻ ചെയ്യിക്കണം എന്ന് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് പേജ് ഇതുപോലെ നിങ്ങൾ പാരന്റ്സിന്റെ മുമ്പിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത് റിവിഷൻ പേജ് ആണ്, ലെറ്റേഴ്സ്. ഓക്കെ, ഇത് എങ്ങനെയാണ്? ജസ്റ്റ് ലെറ്റേഴ്സിന്റെ നെയിം സൗണ്ട് ഇത് വായിപ്പിക്കാനാ. So your parents can revise this for 1 week completely. അപ്പൊ അങ്ങനെ പറഞ്ഞു കുട്ടി അത് പഠിക്കണം. അപ്പൊ അത് എങ്ങനെ പറയണം അതിപ്പോ ഞാൻ പറയാം. അതിനുശേഷം അത് ട്രേസ് ചെയ്യാനുള്ള പേജ് ആണ്. അതും ചെയ്യിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് റിവിഷൻ, സൗണ്ട്സിന്റെ റിവിഷൻ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഈസി ഫോർ യുവർ പാരന്റ്സ്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇത് പറഞ്ഞു കൊടുത്താൽ അവർ 2 ദിവസം വീട്ടിൽ അത് ചെയ്യിക്കാം, അവർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി കിട്ടി, നമുക്ക് ക്ലാസ്സും മുന്നോട്ട് പൊക്കോളും, ടെക്സ്റ്റ് ബുക്കും മുന്നോട്ട് കവർ ചെയ്ത് പൊക്കോളും. ഓക്കെ, ഓർക്കണം, ഓൺലൈൻ വീഡിയോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുഞ്ഞുങ്ങൾ ഇരിക്കില്ല. നിങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് കൊടുത്താൽ നാളെയും ഇംഗ്ലീഷ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. when you prepare the syllabus today you can go for English or some other topic, some other subject or whatever. അതിനുശേഷം അടുത്ത ദിവസം മാത്സ്, then again next day English, അങ്ങനെ വന്നാൽ മതി എന്നാണ് എന്റെ ഒരു സജഷൻ. എല്ലാ ദിവസവും ഇംഗ്ലീഷ് മാത്സ് EVS കൊടുക്കണം എന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് മാക്സിമം KG ആയതുകൊണ്ട് മാക്സിമം 30 minutes, ഇനി പോയാൽ 40 minutes, അത്രയും പോലും വേണ്ട. അതിനുശേഷം അവർക്ക് ഒരു 30 minutes ഫ്രീ ആക്കി അവരെ വിടണം. അങ്ങനെയാണ് നമ്മൾ വീഡിയോ നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് സെറ്റ് ചെയ്ത് പോകേണ്ടത്. ഓർ ഇഫ് യു ആർ സിംപ്ലി പുട്ടിങ് സം വീഡിയോസ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം, അങ്ങനെ ആവാം. ഓക്കെ, എല്ലാ പേരൻസും കൂടെ ഇരുന്ന് ലൈവായിട്ട് ചെയ്യിക്കണം എന്നില്ല, അപ്പൊ എപ്പോൾ വേണമെങ്കിലും വീഡിയോസ് എടുത്ത് നോക്കാം. നൗ ഈ സൗണ്ട്സ് ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് പോവാം. അപ്പൊ ഇതിലെ ഉള്ള പിക്ചർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. So this is an alphabet chart and we would revise all these letters from the first letter A to the last letter Z. Okay, with the sounds. So let me read it once, then you can repeat the first letter. This is A as in ant, B as in ball, K as in cake, D as in duck, A as in elephant, F as in frog, G as in girl, H as in hat, E as in igloo, J as in jug, K as in kite, L as in leaf, M as in magnet, N as in nest, O as in octopus, P as in pizza, Q as in queen, R as in rose, S as in sun, T as in truck, A as in umbrella, V as in van, W as in water, X as in xylophone, Y as in yacht, Z as in zip. So this is how you have to read it for your children.
And your children, after 1 week revision, 1 week practice, your children should read it like a, b, k, d, e, g, k, e, j, k, l, m, n, o, p, q, r, s, t, a, v, w, x, y, z. Okay, അപ്പൊ ഇങ്ങനെ അവരെ വായിക്കണം. So I hope you already had some idea and you are good in this, but കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പാരന്റ്സിലേക്ക് വിടണം എന്നുള്ളത് മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. All these are my suggestions and you can also suggest me. Okay, because എനിക്കൊരു സ്കൂൾ ചെറുതുണ്ടല്ലോ, അപ്പോൾ അവിടെയും എനിക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളുടെ ഐഡിയാസ്. So thank you teachers for 1 hour. We are going for a short break. ചായയും പഴംപൊരി ഒക്കെ ഉണ്ടാക്കി വെച്ചത് കഴിക്കൂ കേട്ടോ. I don't know what is your snacks for the morning break. Whatever. അപ്പൊ എനിക്കൊരു ചായ ഇവിടെ ഉണ്ട്, അത് ഞാൻ കുടിക്കാം. നിങ്ങൾ സജഷൻസ് അറിയിക്കൂ and we will go for that. It's for 10 minutes. You can come back by 11:10. Okay, അത് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഗെറ്റപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്ത് പോവാം. അത് കുഴപ്പമില്ല. അതല്ല നിങ്ങൾക്ക് എന്നെ വീണ്ടും വീണ്ടും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കം ബാക്ക്. ഫോൺ ചൂടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ അതൊരു അല്പനേരം നിങ്ങൾക്ക് ഓഫ് ആക്കിയിട്ടു. മീറ്റിംഗ് എൻഡ് ചെയ്ത് പോയാൽ പിന്നെ വീണ്ടും കയറാൻ പറ്റുമോ? മീറ്റിംഗ് എൻഡ് ചെയ്തിട്ട് നിങ്ങൾ വേണേ ഇത്തിരി ഓഫ് ആക്കിയിട്ടാൽ ആ സെയിം ലിങ്കിൽ വീണ്ടും കയറി വരാം. ഇല്ലെങ്കിൽ ലീവ് ചെയ്താൽ മതി, എൻഡ് ചെയ്യണം എന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. Go for a short break. After 10 minutes, please come back. Thank you. Thank you. പറ്റിയോ? ഇല്ല. ഹലോ, അയ്യോ അപ്പോ എന്നിട്ടോ ഫോണുമായിട്ട് കൂടുതൽ
So dear teachers, welcome back. Malayalam subject. Last day also some teacher asked Malayalam, Hindi. Malayalam, Hindi, Malayalam, Hindi, of course in UKG. നമ്മൾ start ചെയ്യുന്നേ ഉള്ളൂ. Can you say any tips for Malayalam teachers? Can you say any tips for Malayalam? Can you say, please explain how to make Malayalam subjects videos? The class is actually interesting. Then അതാണ് ഇത്ര ലാസ്റ്റ് വന്നേക്കണല്ലേ മലയാളം. Then can you say any tips for Malayalam? Sir, can you please explain how to make the same thing? അപ്പൊ മലയാളം സബ്ജക്ട് വീഡിയോസ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മലയാളത്തിന് പറ്റിയതാണ്. മലയാളമായാലും ഹിന്ദി ആയാലും പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം അതിനും കൂടെ പോസിബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ മലയാളം ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിയും ആണ്, കോൺഫിഡന്റും അല്ലേ, നമ്മുടെ ഭാഷയല്ലേ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാമല്ലോ. പിന്നെ അതിനകത്ത് ലെറ്റേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ലെറ്റേഴ്സ് നമ്മൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് UKG സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഓൾറെഡി ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, അപ്പൊ അത് എഴുതിയാൽ മതി. സോ ഇഫ് യു വാണ്ട് ടു മേക്ക് ദം റൈറ്റ് ദിസ് ലെറ്റേഴ്സ്, ഈ പറഞ്ഞ പോലെ തന്നെ അവരെ ഇത്തരം പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കുക, ക്രയോൺസ് വെച്ച് ചെയ്യിക്കുക, അതുപോലെ എന്താണ് സാൻഡിൽ മണലിൽ എഴുതിക്കുന്നത്, അതൊക്കെ പേരൻസിന് വളരെ സന്തോഷമായിരിക്കും. ബിക്കോസ് ഓൾ ദീസ് ട്രഡീഷണൽ മെത്തേഡ്സ്. അപ്പൊ അത് അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കാം. പിന്നെ മലയാളം ഞാൻ പറഞ്ഞു പിന്നെ മലയാളം വീഡിയോസ് ഞാൻ മലയാളം വീഡിയോസ് 1-2 ചെയ്തിടാം കേട്ടോ. പ്ലീസ് ട്രൈ ടു ബി ഇൻ ദ മെയിൻ സ്ക്രീൻ. ഞാൻ മെയിൻ സ്ക്രീനിലില്ലേ? എന്താ അതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഈ സൂമിനെ കുറിച്ച് വലിയ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ടെക്നിക്കലി നമ്മളൊക്കെ വളരെ പിന്നിലാണ്. ഇതൊക്കെ ഇവിടെ ശ്രീജിത്ത് ചെയ്യുന്നതാണ്. ഞാൻ മെയിൻ സ്ക്രീനിലില്ലേ? ഉണ്ടല്ലോ. അപ്പം പറഞ്ഞു വന്നത്, ഞാൻ കുറച്ച് വീഡിയോസ് മലയാളം ചെയ്തിടാം. നമ്മള് ഇപ്പൊ സ്റ്റാർട്ടിങ് തന്നെ മലയാളം തുടങ്ങുമ്പോൾ മലയാളത്തിനകത്ത് അവരെ അക്ഷരങ്ങൾ LKGക്ക് ആണെങ്കിൽ മലയാളത്തിന്റെ ആദ്യം കുറച്ച് ഈ കിച്ചൺ യൂട്ടൻസിൽസിന്റെ പേരുകൾ, ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന പേരുകൾ, അതായത് ഭാഷയൊന്ന് നന്നാവാൻ വേണ്ടി കുറച്ച് നല്ല ഉച്ചാരണം കൊടുക്കുന്ന, പഠിപ്പിക്കാൻ പറ്റിയ കുറെ വാക്കുകൾ പരിചയപ്പെടുത്തുന്ന ക്ലാസ്സുകൾ നല്ലതായിരിക്കും. വീഡിയോസ് അത് നല്ലതായിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നണേ. അതിലൊരു കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണ്ട. ഇനി കൊച്ചു മാഗസിൻസ് ഉണ്ടെങ്കിൽ, അക്ഷരം പഠിച്ച കുട്ടികളാണെങ്കിൽ അതില് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിനകത്ത് ഇപ്പൊ ത എന്നൊരു അക്ഷരം സർക്കിൾ ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി പോലെ അവർക്ക് കൊടുക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, ആക്ടിവിറ്റിക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെയുള്ളത് കണ്ടെത്താം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഒരു പേജില് ഒരു ലെറ്റർ എല്ലാ ക്രയോൺസ് കൊണ്ടും sir, please need sound of the alphabet. Okay, at the end of the class I will do it once again. അപ്പൊ ഒരു പേജ് ബുക്കിനകത്ത് ഒരു പേജില് ഒരു ലെറ്റർ, if it is English A, മലയാളം again A, അത് എല്ലാ ക്രയോൺസ് കൊണ്ടും എഴുതിപ്പിക്കുക. UKGയിലേക്ക് വരുന്ന പിള്ളേരെ. അപ്പൊ ഒരു പേജ് നിറയെ സെയിം ലെറ്റർ ഡിഫറെന്റ് കളേഴ്സിൽ കാണാം. ഒരു കളർഫുൾ പേജ് ആയിരിക്കും. അപ്പൊ ഒരു ബുക്കിൽ നിറയെ ലെറ്റേഴ്സ് ഇങ്ങനെ നമുക്ക് സെയിം, അതായത് ഈ നമ്മൾ പെൻസിൽ കൊടുത്ത് എ എന്ന് എഴുതി പഠിപ്പിക്കുന്നതിന്റെ ഒരു ബോറിംഗ് പിള്ളേർക്ക് മാറി കിട്ടും. കാരണം വെച്ചാൽ ഓരോ ക്രയോൺസ് കൊണ്ടാണ് ലെറ്റർ എഴുതണേ. അപ്പൊ ഇത് ശരിക്കും ഇറ്റ്സ് ലൈക്ക് എ പെയിന്റിംഗ് ആക്ടിവിറ്റി. അവർക്ക് വന്ന് നോക്കുമ്പോ ഹായ് നോക്കിയേ, ഒരു ലെറ്റർ B എന്ന് പറയുന്ന ലെറ്റർ എല്ലാ കളറിലും ഉണ്ട് അല്ലെ? അപ്പൊ എത്ര രസമായിരിക്കും ആ പേജ് കാണാൻ. അതുപോലെ മലയാളവും നിങ്ങൾക്ക് ചെയ്യിക്കാം. ഓരോ അക്ഷരങ്ങളും പുതിയ പല ക്രയോൺസ്, എല്ലാ ക്രയോൺസും ഉപയോഗിച്ചിട്ട് എഴുതണ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാം. അപ്പൊ മലയാളത്തിന്റെ വീഡിയോസ് ഇത് ഇപ്പൊ തൽക്കാലം ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക. ബട്ട് ഐ വിൽ ട്രൈ ടു ഡു സം വീഡിയോസ്. നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടും, ആ രീതിയിൽ ചെയ്തിടാനായിട്ട് ഞാൻ നോക്കാം. എനിക്ക് ഇഷ്ടമാണ് മലയാളം. അപ്പൊ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവാണ്. അല്ലെങ്കിൽ ഞാനത് കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് 323 teachers have come back to the meeting. Once again, welcome to all the teachers. പിന്നെ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത് ടീച്ചിങ് നോട്ടിനെ കുറിച്ചാണ്. ഹൗ ടു റൈറ്റ് ടീച്ചിങ് നോട്ട്. പലപ്പോഴും ടീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. KGയുടെ ടീച്ചിങ് നോട്ട് എഴുതുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് CBSEയുടെ ഇൻസ്ട്രക്ഷൻസും കൂടെ അനുസരിച്ചിട്ടുള്ള ടീച്ചിങ് നോട്ടാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഈ രീതിയിൽ ടീച്ചിങ് നോട്ട് എഴുതുമ്പോൾ ദാറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ സ്റ്റുഡൻസ്. You may be having some hyperactive children, maybe a dyslexic child, maybe an autism child ഒക്കെ ഉണ്ടാവും. ഇവരെ എല്ലാരെയും കൂടെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ
എക്സ്പീരിയൻഷ്യൽ ലേണിംഗിനും ഇന്റർഡിസിപ്ലിനറി ലിങ്കേജിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീച്ചിങ് ലേണിംഗ് ലെസൺ പ്ലാൻ ആണ്. അത് ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. അത് പല ടീച്ചേഴ്സ് ചോദിച്ചത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ആൻഡ് യു ക്യാൻ ഫോളോ ഇഫ് യു വാണ്ട്. അതിന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് ഇതിന് ശേഷം നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരും. അപ്പൊ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിന്റെ മോഡൽസ് എല്ലാം കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലേക്ക് എഴുതാം. ഓക്കെ, നമ്മൾ പാസ്വേഡിന്റെ ഒരു ഇൻട്രൊഡക്ടറി വർക്ക്ഷീറ്റിനെ കുറിച്ച് പറഞ്ഞു. ശ്രീത്ത് അതൊന്നും ഇപ്പൊ കാണിക്കാൻ പറ്റും. അപ്പൊ ആ ഇൻട്രൊഡക്ടറി വർക്ക്ഷീറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ മോഡൽ ഒന്ന് കാണാം. ഓക്കെ, ജസ്റ്റ് സീ ദാറ്റ്. പ്ലീസ് മേക്ക് ഇറ്റ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതിന് ഓക്കെയാ മിസ്സേ, പക്ഷെ ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഒന്ന് നമ്മൾ ഓരോരുത്തരും നോക്കി എടുത്ത് അൺമ്യൂട്ട് ചെയ്തെടുക്കണം. ആൻഡ് ഇറ്റ് വിൽ ടൈം കൺസ്യൂമിങ് ഓൾസോ. അതിന്റെ ഒരു പ്രശ്നമാണ്. ഇതിന് ശേഷം നമ്മൾ ഇത്രയും ടീച്ചേഴ്സ് ഒരുമിച്ചല്ലേ, ഇതിന് ശേഷം നമ്മൾ കുറച്ച് ടീച്ചേഴ്സ്, അതായത് ഏതെങ്കിലും ഒരു സ്കൂളിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഒരു 3-4 സ്കൂളിലെ ടീച്ചേഴ്സോ ഒക്കെ ആയിട്ട് വി വിൽ ഗോ ഫോർ അനദർ സൂം മീറ്റിംഗ് ഓർ അനദർ മീറ്റിംഗ്സ് ലൈക്ക് ദിസ്. ദെൻ വി വിൽ മേക്ക് ഇറ്റ് ഇന്ററാക്റ്റീവ്. Okay, sound kittunnilla from Subaida VA to all. Maybe your audio may be on mute. Adu ariyilla ട്ടോ. Worksheets. So you please see LKG worksheets. പ്രീ റൈറ്റിംഗ് സ്കിൽസിന്റെ വർക്ക്ഷീറ്റ്സ് നമ്മൾ പാരന്റ്സിന് കൊടുക്കുന്നതാണ്. ഒരെണ്ണത്തിന്റെ എക്സാമ്പിൾ, ഡോറ ഡ്രോസ് എ ഹൗസ്, ഷീ ഈസ് ഫീലിംഗ് ടയർഡ് നൗ, ക്യാൻ യു ഹെൽപ്പ് ഹർ ടു കംപ്ലീറ്റ് ദ പിക്ചർ ബൈ ഡ്രോയിങ് ഓൾ ദ സ്ലീപ്പിംഗ് ലൈൻസ്. അപ്പൊ ആ സ്ലീപ്പിംഗ് ലൈൻസ് എന്താണെന്ന് പാരന്റിന് നമ്മൾ അവിടെ ഹിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു പിക്ചർ ആണ്, അതിലെ സ്ലീപ്പിംഗ് ലൈൻസ് കുട്ടി വരച്ചാൽ മതി. അതിന്റെ താഴെ പാരന്റ്സിന് ഒരു നോട്ടും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രീ റൈറ്റിംഗ് സ്കിൽസ് എന്താണ്, അത് എന്തിനാണ് നമ്മൾ ചെയ്യിക്കുന്നത്. ആൻഡ് ഡു നോട്ട് ഹെൽപ്പ് യുവർ കിഡ് ടു ഡു ദിസ് ആക്ടിവിറ്റി ബൈ ഹോൾഡിംഗ് ദെയർ ഹാൻഡ്. കുട്ടി ഇത് ഒറ്റയ്ക്ക് ചെയ്യണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ. അപ്പൊ ഈ വർക്ക്ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കുട്ടിയെ കൊണ്ട് പാരന്റ്സിന് ചെയ്യിക്കാം. ഇതുപോലെ പ്രീ റൈറ്റിംഗിന് ഒരു 5 വർക്ക്ഷീറ്റ്സ് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ അതുപോലെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്ക്ഷീറ്റ്സ് അല്ല, നമ്മൾ എക്സ്ട്രാ അല്ലാതെ എടുത്തിരിക്കുന്ന വർക്ക്ഷീറ്റ്സ് ആണ്. ഫോർ ഡ്രോയിങ് സ്റ്റാൻഡിങ് ലൈൻസ്, താഴത്തേക്ക് ഫോർ ഡ്രോയിങ് സ്റ്റാൻഡിങ് ലൈൻസ്. Then another one is for slanting lines. Then next one is for curves. Then again for tracing and copying all these in 4 lines. അപ്പൊ ആ 4 ലൈൻ പാറ്റേണിൽ അവർക്ക് വരയ്ക്കാനായിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള വർക്ക്ഷീറ്റ്സ് പ്രീ റൈറ്റിംഗ് വർക്ക്ഷീറ്റ്സ് ആണ്. ദെൻ ഫസ്റ്റ് ലെറ്ററിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ടോപ്പിക് ബേസ്ഡ് വർക്ക്ഷീറ്റ്സ് ഉണ്ട്. ബിക്കോസ് നമുക്ക് അറിയില്ല ഫോർ ഹൗ ലോങ് വി വിൽ ബി ഹാവിംഗ് ദിസ് ഓൺലൈൻ ടീച്ചിങ്. ഈ ലോക്ക്ഡൌൺ എത്ര നാളുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പൊ ആദ്യത്തെ കുറച്ച് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ വർക്ക്ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഇറ്റ് ടു എ സ്കൂൾ. ദെൻ നെക്സ്റ്റ് ഇസ് ഓഫ് UKG. അത് റിവിഷൻ വർക്ക്ഷീറ്റ്സ് നമ്മൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെ നമ്മൾ ഒന്നോടെ കൊടുത്തിട്ടുണ്ട്. പാരന്റ്സിന് അത് പ്രിന്റ് ഔട്ട് എടുക്കാം. ബിക്കോസ് സം സ്കൂൾസ് ദേ മേ നോട്ട് ബി ഗിവിംഗ് ദ ടെക്സ്റ്റ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിലെ പേജ് തന്നെ നമ്മൾ വർക്ക്ഷീറ്റ്സ് ആയിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട് പാരന്റ്സിന്. അപ്പൊ പിന്നെ ടെക്സ്റ്റ് പഠിപ്പിച്ചില്ല എന്നൊരു വിഷമം വരൂല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് അതിന്റെ സൗണ്ട്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ലെറ്റർ എഴുതാൻ വേണ്ടിയുള്ള ഒരു വർക്ക്ഷീറ്റ് ആണ്. Then go fast. Then based on the vowels. Okay. So these kind of worksheets will be there as introductory worksheets. You can take it. Then നമ്മൾ ഇതിലേക്ക് പോകുമ്പം എന്നോട് മിസ് എന്താണ് സൗണ്ട്സ് ഒന്നോടെ പറയാൻ ആ മിസ് പറഞ്ഞു. ഞാനിപ്പോ അതങ്ങ് പറഞ്ഞിട്ട് പോവാണ്. UKGയിലെ ഫസ്റ്റ് പേജിലെ സൗണ്ട്സ് നിങ്ങൾക്ക് once again I will read it. Okay, from the alphabet chart that is given in the beginning of the textbook. First one, a as in ant, b as in ball, k as in cake, d as in duck, a
as in elephant, as in frog, g as in girl, as in hat, e as in igloo, j as in jug, k as in kite, l as in leaf, as in magnet, as in nest, o as in octopus, as in pizza, qu as in queen, as in rose, as in sun, as in truck, as in umbrella, as in van, as in water, as in xylophone, as in yacht, as in zip. Okay, I hope it is clear. If you want, once again, I will read at the end of the session. Now, before I go to lesson plan, I would like to tell you about that max beginning. So if any teacher is going for max to put some videos, this thing is really disturbing. In max, it is first few pages are for pre-math concept. That means tall, short, more or less, heavy, light. So that is an interesting thing. ഇത് നിങ്ങൾക്ക് പാരന്റ്സിനും പഠിപ്പിക്കാൻ ഈസിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വീഡിയോസ് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ടോൾ ഷോർട്ടിന് ഒരു വീഡിയോ ചെയ്യാം, ബിഗ് സ്മോളിന് ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ വീഡിയോ ടോൾ ഷോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ സാറേ എന്ന് പറഞ്ഞ് വേഗം വീഡിയോ തീർക്കരുത്. നിങ്ങൾക്ക് അവർക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ എന്ന് നോക്കിയിട്ട് അതൊക്കെ എടുത്ത് വെക്കുക. ഇപ്പൊ കുറെ ഒബ്ജക്ട്സ് നമുക്ക് വേണം, കുറെ ടൈപ്പ് ഒബ്ജക്ട്സ്. ഇപ്പൊ ബോട്ടിലാണെങ്കിൽ പലതരത്തിലുള്ള ബോട്ടിൽസ് എടുക്കാമല്ലോ. അതുപോലെ വെജിറ്റബിൾസ് കിട്ടും, ആ വെജിറ്റബിൾസ് എടുക്കാം. ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ട് you have to explain. Today I would like to present to you or tell you about the pre-math concept, because we are telling to the parent. And what are pre-math concepts? Pre-math concepts are the concepts that are in kindergarten that are given only using words, but later they would be expressing the same quality using numbers. അതായത് ടോള് ഷോർട്ടൊക്കെ പിന്നീട് നമ്പേഴ്സ് ഉപയോഗിച്ച് പറയേണ്ടത് ഇപ്പൊ നമ്മൾ നമ്പർ ഉപയോഗിക്കാതെ പറയുന്നതാണ് പ്രീമാത്ത് കൺസെപ്റ്റ്സ്. ഓക്കെ, ലോങ്, ലോങ്ങർ, ലോങ്സ്റ്റ് ഒക്കെ ഇംഗ്ലീഷിൽ വരണത് പോലെയാണെങ്കിലും അത് മാത്സിൽ പിന്നീട് നമ്പർ ഉപയോഗിച്ച് അവർ ചെയ്യുന്നതാണ്. അത് പാരന്റ്സിന് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട്. So today we will go for studying about the concept or the comparison concept of comparing two objects that like big, small, big, small. Okay, so here we are having a lot of objects here. You see, this is a bottle, for example. This is a bottle. It's not there. Small bottle. It's not. It's ചുമ്മാ വലിയ ചെറുതല്ല കേട്ടോ, അതോടെ വെച്ചോ, ചെറിയ ചെറുത്. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ ഓൾമോസ്റ്റ് സെയിം സൈസ് ആയിട്ട് തോന്നും. ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് സോറി. അപ്പോ ഐ എം ഹാവിങ് two bottles, you see, and this is a plastic bottle. അതും കൂടെ പറയണം. You should simply use some sentences. See, it's a plastic bottle. It has a white lid. It's transparent. You can see things inside. You see some alphabets are there inside this. And I have another bottle. It again has a white lid. It has some boards, colorful boards inside. And this one is big. This is small. This bottle is big. This bottle is small. Okay, so this is big, this is small. So let me ask you, among these two, which is the big one? Yeah, this is the big one, and this bottle is the small one. Is this a small one? No, this is not a small bottle. This is a big bottle. Is this a big bottle? No, this is not the big bottle. This is a small bottle. So big, small, big, small. So ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് കുറച്ച് ടൈം കൂടെ എടുക്കണം വീഡിയോ, പിള്ളേരുടെ റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു ഹാവ് അനദർ. Oh my God, I have two beautiful water bottles now. Okay, water bottles. You just see that this one and this one. Which is your favorite? Wow, I like this more because this is my water bottle. This is of Srijit. So I love this. This is mine. Now you tell me. You see, are these two bottles of the same height? No. This is having more height. This is tall.
This is short, this is tall, this one short, tall, short, tall, short. So which bottle is a tall bottle? This is a tall bottle, and this one is a short bottle. Okay, if this is a tall one, if this is a tall bottle, then you take it. No, this is not a tall one. This is a short one, and this is tall one, but I will take it. Clear? അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം എന്ന്. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പാരന്റ്സിന് ഇറ്റ് ഈസ് ഈസി. അവർക്ക് വീട്ടിൽ ഇതെല്ലാം രണ്ട് എന്താണ് ഡ്രം സ്റ്റിക്ക് എടുത്ത് വെച്ചാൽ ദിസ് ഡ്രം സ്റ്റിക്ക് ഇസ് എ ലോങ് വൺ, ദിസ് ഡ്രം സ്റ്റിക്ക് ഇസ് എ ഷോർട്ട് വൺ. ക്ലിയർ? സിമ്പിൾ. This pumpkin is big, but this mango is small. This pumpkin is heavy, but this mango is light. See, I can tell this bottle has more number of beads, this bottle has less number of beads. നമ്മൾ കൗണ്ട് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ വേണം more less പറയാൻ. More number of sweets, less number of sweets. But if you are taking two glasses having juice, this glass has more juice, this glass has less juice. Okay, so ഇത് ഇങ്ങനെ രീതിയിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ you can make a video of 20 or 30 minutes. Then you have to request your parents to do the same at home. Always keep it in your mind. Use complete sentences. This bottle is tall, this bottle is short, like that. I hope it is clear. ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞ കേട്ടോ. You can be more creative and you can do beautiful videos. In the same way, if you go for EVS also, ഓർക്കണം EVS ഒക്കെ വീട്ടിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാം. They have the freedom because it's such a subject. But EVS എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. EVS അല്ല, this time we are telling it as GK because it is not good to give EVS. Government order ആണ്. So whatever, GK contains everything. GK contains about the nature, the green nature, about the civilization or human habitats like towns, cities, village, അതൊക്കെ ഉണ്ട്. It's about the sky, it's about the transport, it's about the birds, animals, fruits, it's about ourselves, it's about our home, it's about our family. ഇതെല്ലാമാണ് നമ്മുടെ GK യിലുള്ളത്. അപ്പോ ആദ്യം തന്നെ you are seeing me, isn't it? നിങ്ങൾ എന്നെ കാണുകയല്ലേ? With the eyes you hear me, with your ears, അല്ലേ? അപ്പൊ നമ്മുടെ മൊത്തം ബോഡിയിൽ കുറേ പാർട്സ് ഉണ്ട്. So shall we study about that എന്നൊക്കെ പറഞ്ഞ് ബോഡി പാർട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ അത് പാരന്റ്സിനെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ അവിടെ പാരന്റ്സിനോട് ഒരു കാര്യം പറയണം. വീട്ടിലായതുകൊണ്ട് പാരന്റ്സിന് ഇറ്റ് ഈസ് ഈസി. എന്താണ് നമ്മുടെ ബോഡിയുടെ സേഫ്റ്റി, അതിന്റെ പ്രൈവസി, അത് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കാൻ കൂടെ നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് അതിലൂടെ നിങ്ങളുടെ വീഡിയോയിലൂടെ കൊടുക്കാനും കൂടെ സാധിക്കണം. പ്രൈവറ്റ് പാർട്സ് എല്ലാം എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പ്രൈവറ്റ് പാർട്സ് ഒക്കെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയാം, സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്ന് പറയാം. ഇതെല്ലാം അതും കൂടെ നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വേണം EVS കൊണ്ടുപോകാൻ. ഞാനിതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഓൺലൈനിൽ എന്തൊക്കെ പറയാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ നല്ല ലാംഗ്വേജോട് കൂടി സംസാരിച്ചു പോവുകയാണെങ്കിൽ പാരന്റ്സിന് അതൊരു പുതിയ അറിവുമായിരിക്കും. അവർക്ക് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുകയും ചെയ്യും. ഓക്കെ, സോ നൗ ഐ വിൽ ഗോ ഫോർ ദാറ്റ് റൈറ്റിംഗ് ലെസൺ പ്ലാൻ. ഞാനൊരു ലെസൺ പ്ലാൻ എടുത്തു വെച്ചിരിക്കുന്ന മാത്സ് ആണ്. അതായത് UKGയുടെ ഫസ്റ്റ് ടോപ്പിക് ഏകദേശം ഈ പറഞ്ഞ പ്രീമാത്ത് കൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിന്റെ കൗണ്ടിങ് ഫ്രം 1 to 50, റിവിഷൻ പാർട്ട്, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ഞാൻ എഴുതുന്ന രീതിയാണ് ഐ എം എക്സ്പ്ലെയിനിങ് ടു യു ദാറ്റ് ലേണിംഗ് ലെസൺ പ്ലാൻ ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ടോപ്പിക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ കോപ്പി ഇട്ട് തരാം കേട്ടോ, അത് പ്രശ്നമില്ല. ടോപ്പിക്, അപ്പൊ ടോപ്പിക് പ്രീമാത്ത് കൺസെപ്റ്റ്സ്, ബിഗ് സ്മോൾ, heavy light, more less, tall short, അത്രേ. And revision of counting numbers from 1 to 50. അത്രയും ടോപ്പിക്. കൺസെപ്റ്റ്സ്, ആ കൺസെപ്റ്റ്സിനകത്ത് again counting from 1 to 50 revision, then pre-math concepts detail, അത് എത്രയാണ് എല്ലാം ഡീറ്റെയിൽ. ടോപ്പിക്കിൽ വേണേ അത് മാത്രം നെയിം ചെയ്താൽ മതി. Then comes learning outcomes. Learning outcomes are the skills that we expect from our children after they learn all these things. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്റെ എയിം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു മേക്ക് മൈ ചൈൽഡ് റീഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്സിലൂടെ മെത്തേഡ്സിലൂടെ ഐ വുഡ് ലൈക്ക് ടു മേക്ക് മൈ ചൈൽഡ്, ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു മേക്ക് മൈ ചൈൽഡ് റീഡ്.
I would like to make him write, I would like to make him dance, whatever. That is objective. ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് കുട്ടിയിൽ ഉണ്ടാകുന്ന ഔട്ട്കം ആണ്. ദാറ്റ് ഇസ് റിസൾട്ട്. അപ്പോ എന്റെ ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്? ചിൽഡ്രൻ read, children dance, children we want the copy of teaching note തരാം, തീർച്ചയായിട്ടും തരാം. അപ്പൊ നമ്മൾ ഈ ലേണിംഗ് ഒബ്ജക്റ്റീവും ലേണിംഗ് ഔട്ട്കമും എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇഫ് യു ആർ റൈറ്റിംഗ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, to make the child count from 1 to 50, to make the child compare two objects and use the proper comparative words, to make the child do so and so അങ്ങനെ. But learning outcomes ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് learning outcome 1, students count numbers from 1 to 50 looking at the numbers, students read number names, students identify numbers listening number names, students add 1 to each number and get the next, students compare and identify bigger and smaller numbers, students make numbers using materials like beads, stones and rods and understand numbers differ in size, students compare real objects and make correct sentences to express their comparison. ഇങ്ങനെയാണ് ലേണിംഗ് ഔട്ട്കം എഴുതേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചില ടീച്ചേഴ്സ് ഒബ്ജക്റ്റീവ്സ് എഴുതണം, അപ്പൊ ഒബ്ജക്റ്റീവ്സ് അങ്ങനെ എഴുതുക. അവിടെ എല്ലാം ടു മേക്ക് ദ ചൈൽഡ് ഓർ ടു മോൾഡ് ദ ചൈൽഡ്, ടു ഡെവലപ്പ് ദ ചൈൽഡ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് യുവർ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് അതിന്റെ ലേണിംഗ് ഔട്ട്കംസ് എഴുതാം. ദെൻ കംസ് സർ പ്ലീസ് ഇൻട്രൊഡ്യൂസ് ഹൗ ടു ടീച്ച് റൈംസ് ആൻഡ് സ്റ്റോറീസ്. ഒരു ബുദ്ധിമുട്ടില്ല അതൊക്കെ പറയാൻ, പക്ഷെ ഇന്ന് അതിന്റെ ടൈം കിട്ടുമെന്ന് സംശയമാണ്. വി വിൽ ഗോ ഫോർ അനദർ മീറ്റിംഗ്. ഓക്കെ, ഞാൻ ഓൾറെഡി അതൊക്കെ ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയാട്ടോ, എനിക്ക് അത് ഓക്കെ ആണ്. ആൻഡ് വി ആർ ഞാൻ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത്തരം വീഡിയോസ് നിങ്ങളിലേക്ക് വരും. then comes pedagogical strategies and hands on learning activities. pedagogical strategy എന്ന് വെച്ചാൽ ടീച്ചിങ് മെത്തേഡ്സ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആൻഡ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്. ഇതിലാണ് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഒക്കെ കൂടുതൽ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഈ ഇതിനകത്ത് അത് ഞാൻ ഇനി എങ്ങനെയാണ് ഇത് പഠിപ്പിക്കാൻ പോണേ. അപ്പൊ എന്റെ മെത്തേഡ്സ് ഞാൻ പറയാണ്, ഇപ്പൊ പറഞ്ഞ ടോപ്പിക്സ് പഠിപ്പിക്കാൻ. കൗണ്ടിങ് യൂസിങ് ബീഡ്സ് ആൻഡ് മാച്ചിങ് വിത്ത് നമ്പർ കാർഡ്സ്. ബീഡ്സ്, ഇതുപോലെയുള്ള ബീഡ്സ് എടുത്തിട്ട് കൗണ്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്പർ കാർഡ്സ് മാച്ച് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഈസ് മൈ മെത്തേഡ് ഓഫ് ടീച്ചിങ്. പിള്ളേരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കും. രണ്ടാമത്തത് കൗണ്ടിങ് വിൻഡോ ബാർസ് വിത്ത് ദ ടീച്ചർ ഇൻ എ ക്യാമ്പസ് വാക്ക്. കുട്ടിയെ കൊണ്ട് ഒരു ക്യാമ്പസ് വാക്കിന് പോയിട്ട് വിൻഡോസിന്റെ ബാർസ് കൗണ്ട് ചെയ്ത് അത് എത്രയാന്ന് പറയുക. അപ്പൊ സ്കൂൾ മൊത്തം കുട്ടികൾക്ക് നടക്കാം. സോ ദാറ്റ് ഈസ് അഗൈൻ എ ടീച്ചിങ് മെത്തേഡ്. ദെൻ ആഡിങ് വിത്ത് എ പാർട്ട്ണർ. 2 പേര് നിന്നിട്ട് ആഡ് ചെയ്യാണ്. ഒരാളുടെ കയ്യില് ഒരു ബോക്സിനകത്ത് കുറച്ച് ചോക്ക് പീസസ് ഉണ്ട്. ഓക്കെ, മറ്റേ ആളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഒരാള് ഒരു ചോക്ക് പീസ് അങ്ങോട്ട് കൊടുക്കും. അപ്പോ ഇതിനകത്തേക്ക് ഇട്ടു. നൗ ഹി വിൽ കൗണ്ട് ഇറ്റ് ആൻഡ് സേ ദ നമ്പർ. അപ്പൊ ഒരാളുടെ കയ്യിൽ 20 ഉണ്ട്, മറ്റേ ആളുടെ കയ്യിൽ ചോക്ക് പീസ് ഉണ്ട്. അയാൾ ഒരു ചോക്ക് പീസ് ഇങ്ങോട്ട് കൊടുക്കും. 20 + 1 21 കൗണ്ട് ചെയ്ത് പറയും. സോ ദാറ്റ് ഈസ് വൺ ആക്ടിവിറ്റി. അങ്ങനെ അപ്പൊ രണ്ട് പേരെ നിർത്തി ചെയ്യിക്കുമ്പോൾ പിള്ളേർക്ക് എല്ലാം ഇങ്ങനെ കൗണ്ട് ചെയ്യാനുള്ള ഒരു ചാൻസും കിട്ടും. അതൊരു ആക്ടിവിറ്റി. മേക്കിംഗ് നമ്പർ ചെയിൻസ് ഓൺ ദ ഫ്ലോർ യൂസിങ് സ്റ്റോൺസ്. കല്ലുകൾ പെറുക്കി വെച്ച് നമ്പർ ചെയിൻസ് ഉണ്ടാക്കും. എന്നിട്ട് എത്ര നമ്പർ ആയി എന്ന് എഴുതി വെക്കും. ദാറ്റ് ഈസ് മൈ മെത്തേഡ്. വാക്കിംഗ് അറൌണ്ട് ദ ക്യാമ്പസ് ആൻഡ് കമ്പയർ തിങ്സ് ആൻഡ് മേക്ക് സെന്റൻസസ്. ഈ ക്യാമ്പസിൽ കൂടെ നടന്നിട്ട് കുറെ എല്ലാ ഒബ്ജക്ട്സ് നോക്കിയിട്ട് ഇതുപോലെ സെന്റൻസസ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ദിസ് ട്രീ ഈസ് ടോൾ, ദിസ് ട്രീ ഈസ് ഷോർട്ട്, ദിസ് ബോക്സ് ഈസ് ഹെവി, ദിസ് ബോക്സ് ഈസ് ലൈറ്റ്, ദിസ് ഗ്ലാസ് കണ്ടെയ്ൻസ് മോർ വാട്ടർ, ദിസ് ഗ്ലാസ് കണ്ടെയ്ൻസ് ലെസ് വാട്ടർ, this basket contains more number of foods, like that, such sentences. Then next method, read and practice number names from the chart or from the flashcards. The next one, practice writing numbers in the book. അപ്പൊ ഇതെല്ലാം എന്റെ ടീച്ചിങ് മെത്തേഡ്. ഇതിൽ നിങ്ങൾക്ക് നമ്പർ നെയിംസ് വെച്ച് ഡാൻസ് കളിക്കണോ, അത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഡ്രാമ കളിക്കണോ, ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള മെത്തേഡ്സും അതിൽ ആഡ് ചെയ്യാം. അതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതിൽ വരുന്നതാണ്. ഇപ്പൊ ക്യാമ്പസ് വോക്ക് എന്നൊക്കെ പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന്റെ ഒരു ഭാഗമാണ്. പിള്ളേര് സ്വയമായിട്ട് നമ്പേഴ്സ് ഉണ്ടാക്കുക, ബീഡ്സ് ഒക്കെ ചേർത്ത് വെച്ച് നമ്പേഴ്സ് ഉണ്ടാക്കി ആ നമ്പേഴ്സ് ഇങ്ങനെ നീണ്ടു പോകുന്നത് കണ്ട് മനസ്സിലാക്കുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. Then next comes interdisciplinary linkages and values. Interdisciplinary linkage എന്ന് വെച്ചാൽ മാത്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇംഗ്ലീഷ് ലേണിംഗ് വരും. അതാണ് ഇന്റർഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇപ്പൊ വന്നില്ലേ, അതായത് this box is small, this box is smaller than the first one, this box is the smallest,
This is actually English. പക്ഷെ നമ്മളത് മാത്സിൽ ഉപയോഗിക്കുകയാണ്. സ്മോളസ്റ്റ് മാത്സിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്റർഡിസിപ്ലിനറി. അപ്പൊ ഞാനിവിടെ എഴുതിയേക്കുന്നത് മേക്കിംഗ് സെന്റൻസസ് ഇൻ കമ്പാരിസൺ ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പിള്ളേർക്ക് ഈസി ആക്കും അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ ഒരു വാല്യൂ, ഇറ്റ് ഈസ് നോട്ട് ദ സൈസ് ദാറ്റ് മാറ്റേഴ്സ് ബട്ട് ദ ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടന്റ്. ഒരു സൈസ് അല്ല പ്രധാനം, ക്വാളിറ്റിയാണ്. നമ്മൾ പറയും നമ്പേഴ്സ് കൂടി വരുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പൊ ബിഗർ നമ്പർ ബിഗ് സൈസ് എന്നൊരു ചിന്തയാണ്. ഈ കുട്ടികൾക്ക് സ്വന്തം അച്ഛനോടൊക്കെ നല്ല ആരാധന തോന്നുന്ന സമയം എന്താ വെച്ചാൽ അച്ഛൻ വളരെ സ്ട്രോങ് ആണ്, അച്ഛൻ വളരെ ബിഗ് ആണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെ ആയാലും ദാറ്റ് കൺസെപ്റ്റ് ഈസ് ഗുഡ്, ബട്ട് സ്റ്റിൽ അതിലൊരു വാല്യൂ സൈസ് അല്ല പ്രധാനം, ക്വാളിറ്റി ആണ് എന്നുള്ളതും കൂടെ പിള്ളേർക്ക് ഒരു വാല്യൂ കൂടെ കൊടുക്കാൻ നിങ്ങളൊരു എക്സാമ്പിൾ ഒക്കെ കണ്ടുവച്ചിട്ട് പറയണം. അപ്പൊ ആ വാല്യൂ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഞാനൊരു കഥ പറയാം നിങ്ങളുടെ അടുത്തിട്ടോ. അപ്പൊ EVSന്റെ ഒരു കഥയാണ്. അത് പറയുമ്പോ അതിനകത്തൊരു വാല്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചതാ. ഞാനിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചതാ. അപ്പൊ അതിനകത്ത് കഥക്കിടയിൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വെള്ളം കുടിപ്പിക്കരുത്. ബട്ട് ഐ എം ടെല്ലിങ് യു when we introduce the concept underground vegetables. അപ്പൊ ഞാനൊരു കഥ പറയുകയാണ്. Once upon a time there lived 3 people. That was a family. They were in a family. One father, one mother, and a son. The name of the father is tapioca, mother potato, and the son carrot. Carrot was beautiful. He was having orange color. And all these 3 were in a family living under the ground. Okay, they were under the ground. So that was a beautiful family living under the ground. So who was the father? Tapioca. Who was the mother? The potato. And the son, carrot. Okay, so father Tapioca always tells carrot, always used to say carrot, don't go outside. That is not our world. This is our world. Don't go above the ground. We should be under the ground. Okay, so but one day when the tapioca and the potato were sleeping under the ground, carrot, that beautiful cute boy, decided to go above the ground because he wanted to see what is happening there, what is outside the ground. Okay, so he slowly came out of the ground. Then he could see the beautiful world, a lot of animals and birds and all these living beings moving here and there. They were running here and there. So he was fascinated, he was excited, and he just forgot everything and stood there. At that moment, an animal that was hoping there saw this carrot and rushed to him, and that animal ate that carrot. And which was that animal? That was the rabbit. And the rabbit ate the carrot. Oh my God, the carrot was dead, that was eaten by the rabbit. Okay, so you just see, appa nammal underground vegetables introduce cheyidallo, but see the value, you should obey what your parents say. Okay, because they are your protectors. So when they say something, don't go, obey it. Don't try to break the law set by your parents. Okay, വലിയ കുഴപ്പമില്ലാത്ത കഥയില്ല അണ്ടർഗ്രൗണ്ട് വെജിറ്റബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യോ പ്ലീസ്? അപ്രീസിയേഷൻ ചോദിച്ചു മേടിക്കേണ്ട അവസ്ഥയായി പോയല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊരു ചുമ്മാ ഒരു കുട്ടിക്കഥ, പക്ഷെ അണ്ടർഗ്രൗണ്ട് വെജിറ്റബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഞാൻ പറയുവാണ് ഇതെല്ലാം നമ്മൾക്ക്, അപ്പൊ അതിലൊരു വാല്യൂ ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് ആരാ കഴിഞ്ഞ ദിവസം ഇത് ഞാനിത് പറഞ്ഞതൊരു ബോട്ടണി ടീച്ചറോടാട്ടോ. അപ്പൊ ബോട്ടണി ടീച്ചർ എന്നോട് പറയാ, പക്ഷെ സാറേ ചപ്പിയോക്കയും പൊട്ടേറ്റോയും ക്യാരറ്റും ഒന്നും ഒറ്റ ഫാമിലിയിൽ വരണമല്ലാന്ന്. എങ്ങനെയുണ്ട്? ഈ KG പിള്ളേര് ബോട്ടണിയുടെ ഫാമിലി അനുസരിച്ചിട്ടാണ് അവർ പഠിക്കണത്. നമ്മൾ നോക്കുമ്പോ അണ്ടർ ദ ഗ്രൗണ്ട് അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, സോ യു ക്യാൻ മേക്ക് സച്ച് സ്റ്റോറീസ്. ഇതിനുള്ള കമന്റ്സ് ഇപ്പൊ മെസ്സേജ് അയക്കണം കേട്ടോ. Then അപ്പൊ ഇന്റർ ഡിസിപ്ലിനറി ലിങ്കേജസ് ആൻഡ് വാല്യൂസ്. Then comes the resources. നിങ്ങൾ എന്തെല്ലാം റിസോഴ്സസ് ഉപയോഗിക്കുന്നു? പാസ്വേഡ് ടെക്സ്റ്റ് ബുക്ക് റിസോഴ്സ് ആണ്, യൂട്യൂബ് വീഡിയോസ് ഉണ്ടെങ്കിൽ റിസോഴ്സ് ആണ്, ലേണിംഗ് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അതും റിസോഴ്സ് ആയിട്ട് വെക്കാം. Whatever you want, just go for writing the resources, and that shows how much a teacher prepares for taking class in kindergarten. Then after writing the resources, the very important part comes feedback and remedial practices. നിങ്ങൾ കുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എടുക്കുന്നത്? അപ്പൊ ആ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എഴുതാം. ആ ഫീഡ്ബാക്കിലാണ് വർക്ക്ഷീറ്റ്സ് വരുന്നത്,
ക്ലാസ് ടെസ്റ്റ് പേപ്പേഴ്സ് ഓർ ഡിക്റ്റേഷൻസ് വരുന്നത്, ഓറൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്തും വരുന്നത് ഫീഡ്ബാക്കിലാണ്. ആൻഡ് റെമഡിയൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചത് പോരാന്ന് തോന്നി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നി, അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ അപ്പൊ എന്താണ് സ്റ്റുഡൻസിനെ പെയേഴ്സ് ആയിട്ട് ഇരുത്തിട്ട് അപ്പൊ നിങ്ങൾ കൊടുക്കുകയാണ് സ്റ്റുഡന്റ് പെയേഴ്സ് എന്താണ് സ്റ്റുഡന്റ് പെയേഴ്സ് ഫോർ ഡൂയിങ് ആക്ടിവിറ്റീസ്. ഇതുപോലുള്ള കൗണ്ടിങ് ആക്ടിവിറ്റീസ് അവരെ പെയർ ആക്കി ഇരുത്തി ചെയ്യിക്കുന്നു. അത് നിങ്ങളുടെ റെമഡിയൽ പ്രാക്ടീസ് ആണ്. And more counting activities using beads, other remedial practice ആണ്. More oral practice, other remedial practice ആണ്. Whatever you want, you can list it out. Then last one is the most important, inclusive practices. CBSE and all educational system demands that inclusion. What is inclusion? Including everyone. ഒരു സ്കൂളിൽ ഓട്ടിസം ഉള്ള ഒരു കുട്ടി അഡ്മിഷൻ എടുക്കാൻ വന്നാൽ ഒരു നോർമൽ സ്കൂളിൽ ആ കുട്ടിയെ ഡിനൈ ചെയ്യാൻ പാടില്ല എന്നാണ്. You should include that child also. അല്ലാതെ ആ കുട്ടിയെ ഇത് നിങ്ങളുടെ സ്കൂളല്ല വേറെ സ്കൂളിൽ പോകുമെന്ന് പറയാൻ പാടില്ല. That is inclusion. So our teaching, our learning practices should also have methods or also have a space for this inclusion. നിങ്ങൾ ഇത്രയും ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും? അവൻ എന്ത് മെത്തേഡ് നിങ്ങൾ കൊടുക്കും? ഓട്ടിസം ഉള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും? എന്ത് മെത്തേഡ് കൊടുക്കും? അതാണ് ഇൻക്ലൂസീവ് പ്രാക്ടീസസിൽ. അപ്പൊ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആക്ടിവിറ്റീസ് ഓഫ് ഫോർ കൗണ്ടിങ് യൂസിങ് സീരിയൽസ് ആൻഡ് സ്റ്റോൺസ് ഫോർ ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രൻ. നിങ്ങൾക്ക് മറ്റു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയെ അവിടെ അടക്കി ഒതുക്കി ഇരുത്താൻ കുറച്ച് കടല പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തി അവനെ കൊണ്ട് കൗണ്ട് ചെയ്തിട്ട് ഏത് നമ്പറാന്ന് പറയൂ എന്നൊക്കെ പറയണത്. അപ്പൊ കുട്ടി കുറച്ചേരം അവിടെ ഇരിക്കും. നിങ്ങൾ പറയരുത് കൊച്ചെഴുന്നേറ്റ് ഓടിപ്പോകുന്ന വെച്ചാൽ പിന്നെയും പറയരുത്. കാരണം അത് പോവാതിരിക്കാനാണ് നമ്മൾ ഇത്ര ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. അപ്പൊ അവന് നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രലോഭനങ്ങളൊക്കെ കൊടുക്കാം. ഈ നമ്മുടെ മെഗാഷോയിലെ കാണുന്ന പോലെ 1 കോടിയുടെ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രലോഭനം കൊടുക്കാം. അതായത് ഇത് കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ, ഇത് കൗണ്ട് ചെയ്ത് പറഞ്ഞാൽ ടീച്ചറ് എല്ലാരും കേൾക്കെ പറയണം. ടീച്ചറ് ദേ നോക്കൂ, അഖിലിനെ ടീച്ചറ് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും, നോക്കിക്കോ അഖിൽ ഇപ്പൊ തന്നെ അത് കൗണ്ട് ചെയ്ത് കഴിയും. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഡിസംബർ വരെ ഒരു കുട്ടിക്ക് ഞങ്ങളുടെ സ്കൂളിൽ ഫുഡ് വാരി കൊടുക്കുവാണ്. അപ്പൊ ഞാൻ കാണാത്തപ്പോ ഒക്കെ ഇവർ വാരി കൊടുക്കും. കാരണം ഇത് വേഗം കഴിക്കാൻ വേണ്ടിയിട്ടാ. കുട്ടി അല്ലാതെ കഴിക്കില്ല, അതാണ് ഇവരുടെ വാശി. ഇവര് പറയണ കുട്ടി അല്ലാതെ കഴിക്കില്ല. കുട്ടിക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഞാൻ ഇത് കണ്ടുപിടിച്ചപ്പോ ഞാൻ സമ്മതിച്ചില്ല. ആയോടെ എനിക്ക് മാറാൻ പറഞ്ഞു. എന്നിട്ട് പതിയെ ഇതിനിങ്ങനെ കുറെ ടൈം എടുത്തു. പക്ഷെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് ആര് പറഞ്ഞു ഞാനും എടുത്തു തിന്നും. എന്നിട്ട് അതിനകത്ത് കൊച്ചു കൊണ്ടുവന്നത് ഞാനും എടുത്ത് കഴിക്കും. എന്നിട്ട് നോക്കി നമ്മൾ ആരാ ഫസ്റ്റ് എത്തണേന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കുക, ഒരു 2-3 ഡേയ്സ് കൊണ്ട് അവള് തന്നെ കഴിക്കാൻ തുടങ്ങി. ആ കുട്ടി എല്ലാം തന്നെ കഴിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ പറയുന്ന പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. അതാണ് നമുക്ക് കുറച്ച് ക്ഷമ നശിക്കുമ്പോൾ നമ്മുടെ റൂൾസിൽ നമ്മൾ മാറിപ്പോകാൻ പാടില്ല. അപ്പൊ then more reading and identification activities for dyslexic children, then reduce writing practices. ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് ഒരുപാട് നിങ്ങൾ എഴുതാൻ കൊടുക്കരുത്, അവർക്ക് കൂടുതൽ റൈറ്റിംഗ് കൊടുക്കുക. ഡിസ്ലെക്സിക് കുട്ടികൾക്ക് ഇത്തിരി റൈറ്റിംഗ് പ്രശ്നമാണെന്നുള്ള കുട്ടികൾക്ക് ട്രേസിംഗ് കൊടുക്കുക. സാൻഡ് പേപ്പർ ലെറ്റേഴ്സിൽ ട്രേസിംഗ് കൊടുക്കുക. ലെറ്റർ ആക്ടിവിറ്റി, ഈ പശ വെച്ച് ഒട്ടിച്ചിട്ട് ലെറ്റേഴ്സ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് കൂടുതൽ നോക്കി വായിപ്പിക്കുക. അപ്പൊ അവർക്ക് ആ ലെറ്റേഴ്സ് മനസ്സിൽ തറവാവും. പിന്നെ അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാറുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുക. അതാണ് ഡിസ്ലെക്സി. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. അപ്പൊ ഈ ടീച്ചിങ് ലെസൺ പ്ലാനിൽ എന്തൊക്കെയാ ഉള്ളത്? ടോപ്പിക്, then concepts, then learning outcomes, then interdisciplinary linkages and values, then resources, then feedback and remedial practices, then inclusive practices. ഇത് CBSE ഹയർ ക്ലാസ്സിന് വേണ്ടി തന്നതാണ്. ഞാനത് KG-യിലേക്കും കൂടെ ഉൾപ്പെടുത്തി എന്ന് മാത്രം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്റെ ഈ ടീച്ചിങ് ലെസൺ പ്ലാൻ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം അതിന്റെ താഴെ തന്നെ ചാറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾ അറിയിച്ചോളൂ. അപ്പൊ ടീച്ചിങ് ലെസൺ പ്ലാൻ കഴിഞ്ഞു. ശ്രീത്ത് എന്തൊക്കെയോ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ഇവർ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ശ്രീത്തെ? ഒന്നുമില്ല. ഇനി എന്നോട് സ്റ്റോറിയുടെ കാര്യം പറഞ്ഞത് ഇവിടെ ഉണ്ട്. ഫ്ലാഷ് കാർഡ്
ഇതിൽ നിന്ന് എനിക്കൊരു ലെറ്റർ കാർഡ് എടുത്ത് തരുന്നുണ്ടെങ്കിൽ ശരി, നമ്മളൊരു ഫ്ലാഷ് കാർഡ് സെറ്റ് വീട്ടിലേക്ക് കൊടുത്തു വിടുന്നില്ലേ? പാരന്റ്സിന് ഇത് കാണുമ്പോൾ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് എല്ലാം നോക്കി വായിച്ചു 2 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. അപ്പൊ അത് പാടില്ല. അപ്പൊ നിങ്ങൾ ഒരു കാർഡെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം പാരന്റ്സിന്, ഹൗ ടു യൂസ് ദിസ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമിലും പറയണ്ട, വാട്ട് ഈസ് ദ ഇന്റൻഷൻ, ഇത് എന്തിനാ നമ്മൾ കൊടുക്കണേ? ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനുള്ളതാണ് ഈ ഫ്ലാഷ് കാർഡ്. പക്ഷെ ഈ ഫ്ലാഷ് കാർഡ് ചിലപ്പോൾ പാരന്റ്സ് ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊന്നുമില്ല, ദാറ്റ് ഡസന്റ് മാറ്റർ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ ഫ്ലാഷ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യണം നിങ്ങളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഒരു കുട്ടി അടുത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പക്ഷെ വീട്ടിലിരുന്ന് പറയുമ്പം അവര് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്തോളും, അത് അത്രയെങ്കിലും ഉണ്ടല്ലോ. ഈ മലയാളം പറയാതെ വൊക്കാബുലറി ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ അവര് പറയും. വാവ്, സെറ്റ് ഡേ നോക്കിയേ, നമ്മൾ വി ആർ ഗോയിങ് ടു പ്ലേ എ ഗെയിം, വേർഡ് പെയർസ്. വേർഡ് പെയർസ് എന്ന ഗെയിം കളിക്കാട്ടോ. അപ്പൊ ഈ കാണുമ്പോൾ ഉടനെ വായിക്കരുത് വേർഡ് പെയർസ് എന്ന് പറയാം. See, you love your brother, isn't it? And you always got together. Akhil and Anandu always got together. See, you are like a pair. നിങ്ങൾ ചേട്ടനും അനിയനും എന്തൊരു സ്നേഹം അല്ലേ? അപ്പൊ നിങ്ങളൊരു പെയർ പോലെയല്ലേ എപ്പോഴും? അച്ഛനും അമ്മയും എപ്പോഴും ഒരുമിച്ചല്ലേ? That's a pair. Okay? And your brother and sister, that's a pair. അപ്പൊ അത്രയുള്ള അതുപോലത്തെ വേറെ കുറച്ച് പേഴ്സ് അമ്മ പറഞ്ഞു തരട്ടെ. ആ പേര് ഇത് കണ്ടോ? See, can you see this? ഇതെന്താ ഇവിടെ ഉള്ളത്? What are the objects in this? What can you see here? Yeah, this is socks, and these are shoes and socks. Shoes and socks. Shoes എവിടെയാ നമ്മൾ വെയർ ചെയ്യണേ? ലെഗിലാണ് വെയർ ചെയ്യണേ അല്ലെ? ഷൂസ് നമ്മൾ ലെഗിൽ വെയർ ചെയ്യും. സോക്സ് നമ്മൾ ലെഗിൽ വെയർ ചെയ്യും. ഷൂസ് ആണോ സോക്സ് ആണോ ആദ്യം വെയർ ചെയ്യണത്? അതേത് ആദ്യം വെയർ ചെയ്യണേ? സോക്സ് ആണ് അല്ലെ? സോക്സ് രണ്ടും നമ്മൾ കാലിലിട്ടിട്ട് then you will wear your shoes. Okay. And ഈ സോക്സ് കണ്ടോ? സോക്സിന്റെ ടോപ്പിന്റെ കളർ കണ്ടോ? വാട്ട് ഇസ് ഇറ്റ്? ഇതിനെല്ലാം ഈ സോക്സിന്റെ ഈ ഓരോ പാർട്ടിനൊക്കെ ഒരു ഇംഗ്ലീഷിൽ പേരുണ്ട് കേട്ടോ, പക്ഷെ ആ പേര് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇറ്റ് ഈസ് ദേർ. അപ്പൊ ഈ ഭാഗത്തിന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇപ്പൊ ഒന്ന് എഴുതി അറിയിച്ചത്. അപ്പൊ ഇതിന്റെ വാട്ട് ഇസ് ദ കളർ? യാ റെഡ് കളർ. കണ്ടോ? ഈ സോക്സിന്റെ ഇവിടെ റെഡ് കളർ. ഈ ബാക്കി താഴത്തേക്ക് ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് പറയാവോ? യാ യെല്ലോ കളർ ഈസ് ദേർ, ഗ്രീൻ കളർ ഈസ് ദേർ, ബ്ലൂ കളർ ഈസ് ദേർ. ഇറ്റ്സ് എ കളർഫുൾ സോക്സ്, പെയർ ഓഫ് സോക്സ് അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അതിന്റെ കൂടെ അല്ലേ ഷൂസ്? ആൻഡ് ഷൂസ് ഇസ് ഓൾസോ വെരി കളർഫുൾ. നമ്മൾ സ്കൂളിൽ പോകുമ്പോ ഏത് ഷൂസാ ധരിക്കുക, ഏത് സോക്സാ ധരിക്കുക? ഇതെല്ലാം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ചോദിച്ചിട്ട് ഷൂസ് ആൻഡ് സോക്സ്. So it is not good to wear shoes without socks, without wearing socks. Okay, you should always wear shoes and socks together. And one more thing, socks നമുക്ക് എത്ര ദിവസം ഇടാൻ പറ്റും? ഒരേ ഒരു ദിവസം, അതിനുശേഷം അത് ഇടരുത്. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഹൈജീൻ പ്രാക്ടീസ്. അപ്പൊ അത് ഒരു നല്ല വാല്യൂ കൂടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഷൂസ് ആൻഡ് സോക്സ്. സോ ഫസ്റ്റ് സൗണ്ട്, ഇവിടെ ഫസ്റ്റ് സൗണ്ട് ഓഫ് സോക്സ്, ഷൂസ് ആൻഡ് സോക്സ്. ആൻഡ് and അപ്പൊ അത് വായിക്കാൻ കുട്ടിക്ക് എളുപ്പമാണ്. Then go for the next one. What is this? Yeah, it's a lock, not lock. It's a lock. The lock, it's a key. Lock, key. Which is the big one? Lock is the big one. Key is small, isn't it? And have you seen locks? Yes, of course. We use upper part of socks is called cuff. അങ്ങനെ കഫ് തന്നെയാണ്. അപ്പൊ ഷർട്ടിന്റെ കഫ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് അത്. താങ്ക് യു. അതാരാ പറഞ്ഞേ? മെസ്സേജ് കണ്ടില്ലല്ലോ. someone said it. അതാരാ പറഞ്ഞേ? ഷമിത മിസ്. ഷമിത. മിസ്സേ താങ്ക് യു കേട്ടോ. കഫ് തന്നെയാണെങ്കിൽ അറിയുന്ന വാക്കാണ്, പക്ഷെ അവിടെയും കഫാന്ന് അറിയില്ലായിരുന്നു. താങ്ക് യു ഫോർ എൻലൈറ്റനിങ് മീ വിത്ത് ദിസ് പീസ് ഓഫ് ഇൻഫർമേഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ഹാവ് യു സീൻ ലോക്ക്? യെസ്, നമ്മൾ വീടിന് ലോക്ക് ചെയ്യാറില്ലേ? ലോക്ക് കണ്ടിട്ടുണ്ട്, കീ കണ്ടിട്ടുണ്ട്. ഈ ലോക്ക് ആൻഡ് കീ നിങ്ങൾ കുട്ടിക്ക് കൊടുത്തിട്ട് അത് കീ ലോക്ക് ചെയ്യാനും ലോക്ക് കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒക്കെ ചെയ്യിക്കണം. അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. ലോക്ക് ആൻഡ് കീ. അതിന്റെ കളറൊക്കെ ചോദിക്കാം. Then go for next one, bread and butter. Bread and butter. ഇതിനെ കുറിച്ച് ചോദിക്കാനാണോ ഇല്ലാത്ത? ഇതൊക്കെ നിനക്ക് കഴിക്കാൻ ഇഷ്ടമാണോ? തിന്നണ കാര്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാലോ. അപ്പൊ അങ്ങനെ ഓരോന്നിനെ കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് then go for finding out another. So അടുത്ത ദിവസം ഇതേ കാർഡ് എടുത്തു വെച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് കഥ പറയേണ്ട കാര്യം ഉണ്ടാവില്ല. But before that their children will read shoes and socks, lock and key. അത് അവർ വായിച്ചോളും.
അത് ഒരു പലതവണ വായിപ്പിക്കുക, ഫസ്റ്റ് സൗണ്ട്സ് പറയിപ്പിക്കുക, then leave it. പിന്നെ ആ കാർഡിന്റെ ആവശ്യമില്ല. Then go for finding out other examples like table and chair, bench and desk, അങ്ങനെയുള്ള എല്ലാ എക്സാമ്പിൾസും പറയിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത് എന്തിനുള്ളതാണ്? ഫോർ ഇന്ററാക്ഷൻ. ഇത് വച്ചിട്ട് വേണം ഒരു അമ്മ കുട്ടിയോട് ഇന്ററാക്ട് ചെയ്യാൻ. ഈ സൗണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഇംഗ്ലീഷും വന്നില്ലേ അതില്? ഇതിൽ എത്ര കപ്പ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ മാത്സിന്റെ റിവിഷൻ ആയില്ലേ? അതുപോലെയൊക്കെ നമുക്ക് ചെയ്യിക്കാലോ. വീട്ടിൽ എത്ര കപ്പ് ഉണ്ടെന്ന് അപ്പൊ തന്നെ എണ്ണി പറയാം. നമ്മുടെ എന്താ ഷോക്കേസിൽ ഇരിക്കുന്ന എത്ര പ്ലേറ്റ്സ് ഉണ്ടെന്ന് എണ്ണാൻ പറയാം. ഇതെല്ലാം നമുക്ക് കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാം. അപ്പൊ ഒരു അമ്മയ്ക്ക് ഒരു 1/4 മണിക്കൂർ അവിടെ ഇരുന്ന് കളിക്കാനായിട്ട് ഇത് മതി. എന്താ? Can the video explained in both Malayalam and English, sir, to the kids? That depends on your school system. If your management is okay with that, then do it. No issues. You can explain, because don't think that all the parents are good in English. അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിലും പറയാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ അങ്ങനെ പറയും, പക്ഷെ നിങ്ങളുടെ മാനേജ്മെന്റ്, നിങ്ങളുടെ പ്രിൻസിപ്പൽ സമ്മതിക്കണം, എന്നിട്ട് നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, നൗ അനദർ കാർഡ്, ദാറ്റ്സ് ഫോർ LKG. ആൽഫബറ്റ് കാർഡ് ആണ്, ഫസ്റ്റ് ലെറ്റർ അല്ലെ? അപ്പൊ ഇത് കാർഡ് എടുത്ത് കുട്ടിയെ കാണിച്ചിട്ട്, wow, it's a beautiful card. What is this? Yeah, it's an apple. You see, it's an apple. There's a leaf on the top. What is its color? Green in color. What's the color of the apple? It's red in color. And you can see letter. So can you tell me which is this letter? Yeah, good. It's A. The name of the letter is A. Okay. And this first one is the capital letter. This one is small letter. What's the color of capital letter? It's a red color. What's the color of small letter? It's blue in color. Can you tell me how many lines are there in capital letter? There are 3 lines, 2 slanting lines, 1 sleeping line, isn't it? Now, this is apple. So what is its first sound? A. What is its first sound? A. And see which letter is there in the beginning, capital or small letter? It's a small letter. Yeah, very good. Then, എന്തും പറയാം, which is your favorite fruit? അതേത് ഫ്രൂട്ടാ, അതിന്റെ കളർ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കാം. And you go to the next one. For a few more examples are there. And at the end you can say, don't play with an axe. Axe is used by woodcutters to cut the wood. You are not supposed to take it. It's so sharp. Okay, it may hurt you, or you may cut your finger if you take an axe. So don't take it. That's not good for you, like that. അപ്പൊ ഇത് വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കണം? അമ്മയും കുട്ടിയും തമ്മിൽ സംസാരിക്കണം, ഇന്ററാക്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഓക്കെ, ഇത് ഏതാന്ന് പറയടാ, ഏ, ഇതെന്താ, അത് ആപ്പിൾ, കഴിഞ്ഞു. ഇതെന്താ, അത് ആൻഡ്, ഇത് ആക്സ്, പോയി കിടന്നുറങ്ങും, തീർന്നില്ലേ? അപ്പൊ അത് പറ്റൂല. It should take 20 minutes or 30 minutes interaction. Okay, are you happy? Yes. Show the thumb. Good. And then അപ്പൊ ഫ്ലാഷ് കാർഡ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പാരന്റ്സിന് പറഞ്ഞു പഠിപ്പിച്ചു. Then comes high frequency chart. വേഗം പറയൂ കേട്ടോ, ടൈം ഇല്ലാത്തതുകൊണ്ട്. ഫോൺ ചൂടായി പൊട്ടിത്തെറിക്കരുതല്ലോ എന്ന് ഓർത്തിട്ടാ. അപ്പോ high frequency chart. എന്താണ് high frequency words? High frequency words are the words you find frequently in a paragraph. ഏത് പാരഗ്രാഫ് എടുത്താലും നമ്മൾ കാണുന്ന വേർഡ്സ് ആണ് ഈ high frequency words. ആ high frequency words ചാർട്ടാക്കി വച്ച് ഡെയിലി വായിപ്പിക്കുന്ന മെത്തേഡിനെയാണ് സൈറ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. സൈറ്റ് വേർഡ്സ് റീഡിംഗ് മെത്തേഡ്. So you are giving high frequency words as sight words. From ഇച്ചു, അങ്ങനെ ഒരു വാക്ക് പേര് ഇവിടെ കണ്ടു കേട്ടോ, നല്ല രസമുള്ള പേര് ഇച്ചു. ടീച്ചറുടെ ശരിക്കും പേരാണോ അതോ വേറെ ഏതെങ്കിലും ഫാൻസി നെയിം ഇട്ടേക്കാണ്? ഇച്ചു. ഓക്കെ, അപ്പോ high frequency sight words. So that method is sight words reading method. Okay, എന്താ sight words reading method? Sight words reading method, like you should not focus on the spelling and also the phonetic sound and all. Just I am Linda. Okay, Ichu is Linda miss. Hi Linda miss. Okay, അപ്പൊ നമ്മള് സ്പെല്ലിംഗ് നോക്കണ്ട, phonetics നോക്കണ്ട. Just show the word using the finger and ask your child to read it. That's all. Am, and like that. അപ്പൊ ഒരു അമ്മയ്ക്ക് വീട്ടില് ഇത് പേസ്റ്റ് ചെയ്യാം, അവരുടെ ചുമരിൽ പേസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് കുട്ടിയെ എന്നും വായിപ്പിക്കാം. LKG ആണെങ്കിലും UKG ആണെങ്കിലും വായിപ്പിക്കാം. വായിപ്പിക്കുമ്പോൾ ആദ്യം LKG കുട്ടികൾക്കൊക്കെ just go for 5 words for 1 week. Okay, then go for the next 5 words for next week. അപ്പൊ ഇത് രണ്ടും കുട്ടി വായിച്ചോളൂ.
Then check whether the child can read it. അപ്പൊ ഇതൊക്കെ വീട്ടിൽ വായിപ്പിക്കുമ്പോ അമ്മമാരെ ഒരിക്കലും am am an an എന്ന് പറയാൻ പാടില്ല എന്ന് മാത്രം, അങ്ങനെ ചെയ്യിക്കരുത് ഒരിക്കലും. Sir, could you please give some tips to teach the different sounds of same letter? അതിന് ടിപ്പ് നമ്മൾ കറക്റ്റ് ഓർഡറിലാ പോയേക്കണേ. അപ്പൊ എനിക്ക് വേറെ ടിപ്സ് വേണ്ട. ദാറ്റ് ഐ വിൽ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞേക്കാട്ടോ. ഡിഫറെന്റ് സൗണ്ട്സ്. ഓക്കെ. അപ്പൊ ഇത് വീട്ടിൽ വായിപ്പിക്കേണ്ടതാണ്. ടീച്ചേഴ്സ് ഇത് ക്ലാസ്സിൽ നന്നായി ചെയ്യിക്കണം. ഐ ഹോപ്പ് ഓൾമോസ്റ്റ് ഓൾ ദ ടീച്ചേഴ്സ് നോ ഹൗ ടു ഗീവ് ദം സൈറ്റ് വേർഡ്സ്. അപ്പൊ ഹൈ ഫ്രീക്വൻസി വേർഡ്സും സൈറ്റ് വേർഡ്സും. സൈറ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് റീഡിംഗ് ആണ്. ഹൈ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും കാണുന്ന വേർഡ്സ് ആണ്. സൈറ്റ് വേർഡ്സ് ആയിട്ട് നിങ്ങൾക്ക് റൈമിലെ വേർഡ്സും സ്റ്റോറീസിലെ വേർഡ്സും ഏത് വേർഡ്സും സൈറ്റ് വേർഡ്സ് ആയിട്ട് വായിപ്പിക്കാം. ദിസ് ഇസ് ഫോർ റീഡിംഗ് ഹൈ ഫ്രീക്വൻസി വേർഡ്സ്. ഇത് വായിക്കുമ്പോൾ വായിച്ചൊന്ന് ഓക്കെ ആയാൽ തന്നെ ഉണ്ടല്ലോ, ഒരു സ്റ്റോറി പാരഗ്രാഫ് ഒക്കെ കാണുമ്പോൾ സ്റ്റുഡൻസ് വുഡ് ബി ഹാപ്പി ടു റീഡ് ഇറ്റ്. ബിക്കോസ് അവർ നോക്കുമ്പോൾ ആൻഡ് ബട്ട് ഓൺ ഇൻ ഈസ് ഒക്കെ അതിൽ കാണുമല്ലോ. സോ ദേ ക്യാൻ റീഡ് ഇറ്റ്. അപ്പൊ അത് റീഡിങ്ങിനെ നന്നായി എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, അങ്ങ് നന്നായിട്ട് അങ്ങ് വായിപ്പിച്ചോളാം. ഇഷ്ടം പോലെ നിങ്ങൾ പല തവണ അങ്ങ് വായിപ്പിക്കുക. ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഒരു ദിവസം 3 times വായിപ്പിച്ചാൽ മതി, ഓർ 5 times മാക്സിമം. അതിൽ കൂടുതൽ വായിപ്പിക്കരുത്. ജസ്റ്റ് ലീവ് ഇറ്റ്. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞാൽ ചിൽഡ്രൻ ക്യാൻ റീഡ് ഇറ്റ്. ഇത് ക്ലിയർ? അപ്പൊ അത് ഹൈ ഫ്രീക്വൻസി വേർഡ്സ്. ഇനിയുള്ളത് സ്റ്റോറി കാർഡ്സ് ആണ്. ഈ സ്റ്റോറി കാർഡ്സും ഇതുപോലെ വീട്ടിലിരുന്ന് ഇന്ററാക്ട് ചെയ്യേണ്ടതാണ്. അത് ഞാൻ പലപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാംസിൽ അത് എടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പാരന്റ്സിന് അതുപോലെ പറഞ്ഞു കൊടുക്കുക. ഇത് ചുമ്മാ കഥ വായിപ്പിച്ച് കേൾക്കാനുള്ളതല്ല. കണ്ടോ, ഇതൊരു കാടാണ്, ഇവിടെ ഒരു ഡോഗ് നിൽക്കണ്ട്, അവിടെ ഒരു ബോൺ ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞു, അടുത്തതിലേക്ക് പോയി. അങ്ങനെ പോകാൻ പാടില്ല. പാരന്റ് ഷുഡ് ടേക്ക് ഒരു മിനിമം 20 minutes എങ്കിലും എടുക്കണം ഒരു പ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമ്മൾ ഈ സ്റ്റോറി കാർഡ്സിൽ ഉദ്ദേശിക്കുന്നത് ഒരു കഥയിലെ 4 കാര്യങ്ങൾ. ഒന്ന് അതിലെ പ്ലോട്ട് എന്ന് വെച്ചാൽ സിറ്റുവേഷൻ. 2 അതിലെ ക്യാരക്ടേഴ്സ് ഓർ വാട്ട് എവർ തിങ്സ്. KG പിള്ളേരാകുമ്പോൾ ക്യാരക്ടർ മാത്രമല്ല അവിടെ കാണുന്ന എല്ലാം, അതെല്ലാം കുട്ടി അറിഞ്ഞിരിക്കണം. അടുത്തത് ടൈം ആൻഡ് വെതർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണ് ഈ കഥ നടക്കുന്നത്, എന്താണ് അവിടുത്തെ കാലാവസ്ഥ, അത് കുട്ടി അറിയണം, കുട്ടിക്ക് അത് സംസാരിക്കാൻ പറ്റണം. 4 ദ സ്റ്റോറി, തീം ഓഫ് ദ സ്റ്റോറി. ആ തീമിനകത്ത് ഫീലിങ്സും എക്സ്പ്രഷൻസും എല്ലാ കാര്യങ്ങളും വരും. ഈ 4 കാര്യങ്ങളും കുട്ടിക്ക് ഇതിനകത്ത് പറയാൻ പറ്റണം. അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. So you see, yeah, it's a beautiful place, isn't it? Which is this place? Is it a forest? How can you say it's a forest? It's not a forest. See, there is a small bridge, there is a river, and hardly one tree is there, no? 1 or 2 trees. You can see some bushes there. There is a road. It's a road. It's a muddy road, isn't it? Mud road. And you can see some animal. Which is this animal? Yeah, it's a dog. It's a dog. What's its color? Some gray color, isn't it? Gray color. And you can see some birds there in the sky. Which are these birds? They are crows, and the crows are in black color. They are many in number. You can count and say how many numbers are there. And you can see some clouds, green trees. Yeah, okay. And there is a river. It's not a river. It's a stream, small stream. And what is the color of the water? It's blue color. And you can see a small bridge. That's also a wooden bridge, isn't it? And see, the dog is biting something. What is it? It's a bone. അപ്പൊ നമ്മൾ ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? And you see the weather, it's a pleasant weather. It's not a sunny day and not a cloudy day. It's simply a bright day, that's all. So it's a weather of that day. അപ്പൊ it's not noon time, maybe in the evening, because you cannot see sun there. അപ്പൊ ടൈം അതിനെ കുറിച്ചൊക്കെ പറയാം. ഇതിലെ ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഇത് ഒരുപാട് നേരം എടുത്ത് സംസാരിക്കാം. ഞാൻ ടൈം കുറവുകൊണ്ട് വേഗം പോവാണ്. അങ്ങനെ ഓരോ പ്ലോട്ടും അമ്മ വീട്ടില് ഈ കഥ ഇപ്പോഴല്ല ടീച്ചർ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന് ടീച്ചർ ചോദിച്ചത് എന്റെ അടുത്ത് ഡിഫറെന്റ് സൗണ്ട്സ് പഠിപ്പിക്കാനുള്ള ടിപ്സ്. LKG നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ LKG കംപ്ലീറ്റ് ഫസ്റ്റ് 3 ടേംസിലും ഷോർട്ട് സൗണ്ട്സ് ഓഫ് ദ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ലോങ് സൗണ്ട്സിലേക്ക് ഒന്നും പോയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നേ ഇല്ല. വവൽസ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന വവൽസ് പോലും ഷോർട്ട് സൗണ്ട്സ് ഓഫ് ദ വവൽസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് AEIOU. ദാറ്റ് സൗണ്ട്സ് ആ, എ, ഇ, ഓ, ആ. ഇതാണ് സൗണ്ട്സ്. ഓക്കെ. ആപ്പിൾ, egg, igloo, octopus, umbrella. ഈ സൗണ്ട്സ് ആണ് വവൽസ്. ഇതേ സൗണ്ട് ആണ് UKG ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിലാണ് നമ്മൾ ലോങ് സൗണ്ട്സ് എ, ഇ, ഒ, ഐ, ഒ, യു. ഈ ലോങ് സൗണ്ട്സ് സെക്കൻഡ് ടേം ടെക്സ്റ്റ് ബുക്കിലാണ് വരുന്നത്.
ഓക്കെ, അപ്പൊ അതിൽ കൺഫ്യൂഷൻ വരുന്നേ ഇല്ല. UKG തേർഡ് ടേമിലേക്ക് വരുമ്പോഴാണ് ബ്ലെൻഡുകൾ വരുന്നത്. അപ്പൊ പിന്നെ ആ ടേമിൽ എത്തുമ്പോഴത്തേക്കും ബാക്കി സൗണ്ട്സ് തറവായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് പിന്നെ ഒരു കൺഫ്യൂഷനും വരില്ല. ഇത് കൂടാതെയുള്ള സൗണ്ട്സ് ഈ 2 വർഷം കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന വേർഡ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒണിയന്റെ പിക്ചർ കാണിച്ചിട്ട് ഇറ്റ്സ് അനിയൻ എന്ന് വായിച്ചാൽ അത് ഓയുടെ സൗണ്ടേ അല്ല, യുടെ സൗണ്ട് ആണ്. അത് ഏതെങ്കിലും കുട്ടി അങ്ങനെ ചോദിച്ചു വന്നാൽ അത്ര ബ്രില്യന്റ് പിള്ളേരുണ്ടെങ്കിൽ പറയണം, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതൊന്നും അങ്ങനെ യൂഷ്വലി നമ്മൾ അവർക്ക് വരാറില്ല. അപ്പൊ ഓർക്കുക, LKG നമ്മൾ ഷോർട്ട് സൗണ്ട്സ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ. ഓക്കെ, ഇതായി പോയതാ. അപ്പൊ അത് പറഞ്ഞു. പിന്നെ എന്നോട് എന്തെങ്കിലും ടീച്ചേഴ്സ് ലാസ്റ്റ് പറയാനായിട്ട് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? മെസ്സേജ് ഒന്ന് എടുത്തേ. could you give some tips to teach different sounds of same letters? My excited to see her principal in my mobile. Thank you, sir. Rejita. Could you excellent. Okay, by the parents will ask. By the parents will ask. അതെനിക്ക് മനസ്സിലായില്ലല്ലോ. സന്ധ്യ മിസ്സേ അതൊന്ന് ക്ലിയർ ആയിട്ട് ചെയ്തോ. ബൈ ദ പേരൻസ് വിൽ ആസ്ക്, ബട്ട് ദാറ്റ്സ് നോട്ട് ക്ലിയർ. അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞ അതിന്റെ ബാക്കി തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോ കേട്ടോ. I will explain. And I would like to conclude with some more things that some more materials that would be getting from password. അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രോഡക്ടറി വർക്ക്ഷീറ്റ്സ് കാണിച്ചു തന്നു. You will get introductory worksheets that will be going to the parent, not to the teachers. പാരന്റ്സിന് കൊടുക്കാനുള്ളതാണ്. രണ്ടാമത്, നമ്മൾ ഇപ്പൊ ഒരു വാട്സ്ആപ്പ് നമ്പർ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. ആ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഹായ് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ സ്ഥലം, ഇത് 3 അയച്ചാല് പിന്നെ നമ്മൾ സ്ഥലം തിരിച്ച് ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലേസ് തിരിച്ചിട്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് കിട്ടും. ആ യൂട്യൂബ് ലിങ്ക് കിട്ടും. ആ യൂട്യൂബ് ലിങ്കില് പാസ്വേഡിൽ നിന്നുള്ള എല്ലാ വീഡിയോസും ഉണ്ട്. അത് എങ്ങനെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ക്ലാസ്സസിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ജനറൽ പാരന്റിങ് ടിപ്സ് ഉള്ളത്, എല്ലാത്തരം വീഡിയോസും അതിനകത്തുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഡൗട്ട്സും മാറും എന്ന് നമ്മൾ വിചാരിക്കണോ. അപ്പൊ അത് നിങ്ങൾ ലാസ്റ്റ് എടുത്തോളൂ. വേറെ എന്താ പറയാനുള്ളത്? ഒരു ഡെമോ വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ ഡിസ്പ്ലേ ചെയ്യാം. അയ്യോ, എന്റെ വീഡിയോ അല്ലേ, മോശമായി പോയി. പക്ഷെ അതിന് സൗണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് നോക്കാം നമുക്ക് കേട്ടോ. പിന്നെ അവര് ഞാൻ ആക്ഷൻ കാണിക്കുന്ന കണ്ടിട്ട് കാര്യമില്ലല്ലോ, സൗണ്ട് കേൾക്കട്ടെ. ലെറ്റ് us check. ഏതെങ്കിലും ഒരെണ്ണം ഇട്. സൗണ്ട് ഇല്ലായിരിക്കും അല്ലെ? ഇവിടെയാ സൗണ്ട് കേൾക്കണം. വ്യത്യസ്തമായി ഇത്തവണയാണ് ഒരു ലോക്ക്ഡൌൺ പീരീഡ് ആണ്. നമുക്കറിയാം, ജൂൺ 1 ഒരു പക്ഷേ സ്കൂളുകൾ തുറക്കുമ്പോൾ പഴയതുപോലെ കളിച്ചിലുകളുമായി കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എത്തുന്നില്ല. അവരുടെ കളിച്ചിലുകളും വാശികളും ഒക്കെ കണ്ടുകൊണ്ട് അവരെ താലോലിച്ചുകൊണ്ട് ക്ലാസ് മുറിയുടെ വാങ്ങി ഹലോ ടീച്ചേഴ്സ്, അത് ഭയങ്കര എക്കോ. നമ്മൾ അത് ഇവിടെ ഓൾറെഡി വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് സൂമിലേക്ക് അത് അങ്ങനെ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് അല്ലാതെ നിങ്ങൾ ലിങ്കിൽ കയറുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ പറഞ്ഞ ടൈം ആയി, ഒരു 12 o'clock ആയി. അപ്പം ഞാൻ ഇതില് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ കാര്യം പറഞ്ഞു, സൗണ്ട്സ് ഏകദേശം പറഞ്ഞു, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെയുള്ള അഡീഷണൽ ആക്സസറീസ്, ലേണിംഗ് എയ്ഡ്സിന്റെ അതെങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു, ടീച്ചിങ് നോട്ടിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ആയി.
അത് ഞാൻ ഒന്നോടെ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് സൗണ്ട്സിന്റെ കാര്യം ഒന്നോടെ മറ്റേ ലിറ്റർ സൗണ്ട്സ് പറഞ്ഞായിരുന്നു. പിന്നെ ഇനി ഇൻട്രൊഡക്ടറി വർക്ക്ഷീറ്റ്സ്, ഫ്ലാഷ് കാർഡ്, അത്തരം കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും ഇല്ല. ഞങ്ങൾ മെസ്സേജ് നോക്കുന്നുണ്ട് കേട്ടോ. ക്യാൻ യു ഗീവ് ദ ടീച്ചിങ് നോട്ട്സ്? ഷുവർ, ഐ വിൽ ഗീവ് ദ ടീച്ചിങ് നോട്ട്സ്. യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദാറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാനത് LKG എല്ലാം കൂടെ എഴുതിയിട്ടിടാം. UKG മാത്രമല്ല, ബാക്കി കൂടെ ഇടാം. സാർ സാർ ചെയർ ആൻഡ് കെമിസ്ട്രി, പ്ലീസ് എക്സ്പ്ലെയിൻ ദ സൗണ്ട് ഓഫ്. അതാ ചെയറിനകത്ത് ച ആണ്, കെമിസ്ട്രിക്കകത്ത് സൗണ്ട് ആണ് വരണത്, CH-നകത്ത്. അത് കുട്ടികളെ ഇപ്പൊ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കണ്ടോ? നമ്മള് ഷാംപെയിൻ ഒക്കെ പറയുമ്പോ സൗണ്ട് പിന്നെയും വ്യത്യാസം വന്നില്ലേ? അപ്പൊ അതിന് ച സൗണ്ട് ഉണ്ട്, ഖ സൗണ്ട് ഉണ്ട്, ഷ് സൗണ്ട് ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ അതൊന്നും വരൂല. KG-യിൽ അതൊന്നും പിള്ളേർ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് തന്നെ പറയുക. ഈ വേർഡില് ഈ സൗണ്ട് വേറെയാണ്. ഹി ഈസ് വെരി കണ്ണിങ്, ഹി ഈസ് വെരി ട്രിക്കി, ഹി ഈസ് വെരി സ്മാർട്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. then let me conclude. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ടീച്ചിങ് വീഡിയോ എപ്പോഴും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ച് വേണം വീഡിയോ എടുക്കാൻ. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് നമ്മുടെ വീടാണെങ്കിൽ പോലും അയയിൽ തുണി തൂങ്ങി കിടക്കുന്നത് അങ്ങനെയുള്ള ഒന്നും കാണരുത്. കാരണം ഇത് എത്ര പേര് കാണും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് വീഡിയോ നല്ല ക്ലിയർ, ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. അപ്പൊ ഫോൺ ഒരു സ്ഥലത്ത് സ്റ്റഡി ആയിട്ട് വെക്കണം, റേഞ്ച് ഉള്ള സ്ഥലമായിരിക്കണം. അതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കണം, നല്ല ലൈറ്റ് ഉണ്ടാവണം, വോയിസ് ക്ലിയർ ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, നല്ല കൃത്യമായിട്ട്. ഞാൻ സ്ക്രീനിൽ നോക്കുന്നില്ല. അപ്പം അതെല്ലാം നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നല്ല ഇച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കുക. കാരണം ഇത് എപ്പോഴും ദാറ്റ് ഷോസ് സ്റ്റാൻഡേർഡ് ഓഫ് ദ സ്കൂൾ. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ നിലവാരവും കൂടിയാണ്. നമ്മൾ എത്ര നല്ല ടീച്ചേഴ്സ് ആണെങ്കിലും ഇടയ്ക്ക് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയത് വീഡിയോയിലൂടെ കയറി പോയി കഴിഞ്ഞാൽ അതാണ് പിന്നെ കമന്റ് ചെയ്യപ്പെടുക, ജഡ്ജ് ചെയ്യപ്പെടുക. ഞാൻ ക്ലാസ്സിൽ തുടക്കം പറഞ്ഞ പോലത്തെ ഡോക്ടറിനെ പോലെ വിശാല മനസ്കരായിരിക്കില്ല കാണുന്ന എല്ലാവരും. നമുക്കറിയാം നമ്മൾ പെർഫെക്റ്റ് ആണ്, പക്ഷെ അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ല, നമ്മൾ ഓക്കെ ആണെന്ന്. പക്ഷെ അത് എല്ലാവരും അങ്ങനെ വിചാരിക്കണം എന്നില്ല. പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട. ബാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കുക. ടീച്ചിങ് എയ്ഡ്സ് മസ്റ്റായിട്ടും വേണം. എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ്, അപ്പൊ കുട്ടി വീട്ടിലാണെന്ന് ചിന്തിക്കൂ. അപ്പൊ വീട്ടിൽ നിന്ന് കിട്ടാവുന്ന ലേണിംഗ് എയ്ഡ്സിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ കുട്ടിയെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് കുട്ടിയോട് സംസാരിക്കുന്ന, ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് യു ക്യാൻ ടേക്ക്. ബട്ട് കുറച്ച് കഴിയുമ്പം ഇപ്പൊ എപ്പോഴും ഓർക്കുക, കുട്ടിയുടെ കൂടെ പേരന്റ് ഉണ്ട്. ആ പേരന്റിനും കൂടെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ക്ലാസ്സുകൾ. ക്ലാസ് എൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. സോ ദിസ് ഈസ് ഹൗ വി ടീച്ച് ദ സൗണ്ട്സ് ഓഫ് ലെറ്റർ എ. സോ നൗ യു പാരന്റ്സ് ക്യാൻ ഓൾസോ try this method. You just take some more examples and teach your children the sound of A എന്നുള്ളത് അങ്ങനെ ഇതങ്ങ് കൊടുത്താൽ മതി. അപ്പൊ അവര് പഠിപ്പിക്കട്ടെ. നമ്മളല്ല പിള്ളേരെ പഠിപ്പിക്കാൻ പോണ, പാരന്റ്സ് തന്നെയാണ്. നമുക്ക് ഇത്രയും ഒരു വീഡിയോ ഇടാന്ന് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് എന്ത് സംശയവും എന്നോടും ഞങ്ങളുടെ പാസ്വേഡ് ടീമിനോടും ചോദിച്ച് ഇന്ററാക്ട് ചെയ്ത് കിട്ടുന്ന അസിസ്റ്റൻസ് മുഴുവനും. നമ്മൾ ഇടുന്ന വീഡിയോസ് പാരന്റ്സിന് കൊടുക്കാവുന്ന വീഡിയോസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ വേണം കൊടുക്കാൻ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത് പാരന്റ്സും കാണണം എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് പാരന്റ്സിന് അയച്ചു കൊടുക്കുക. അപ്പൊ അവര് നമ്മൾ പാരന്റ്സിനോട് പറയുന്ന കാര്യങ്ങൾ അവർ കാണട്ടെ. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ നമ്മളെ എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഒരു അവർക്ക് അതിനുള്ള ഒരു മനസ്സുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു. എക്സ്ക്യൂസ് മീ. എത്രയും പെട്ടെന്ന് ഈ കൊറോണ ട്രബിൾ എല്ലാം മാറി നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പസിലേക്ക് വരട്ടെ. കാരണം അതാണ് നമ്മുടെ ലോകം. അപ്പൊ അതിന്റെ ഒരു രസമില്ലാതെ വീട്ടിലിരുന്ന് പഠിപ്പിച്ചാലൊന്നും നമുക്ക് സുഖം വരൂല. അതൊരു രസവും അല്ല. പക്ഷെ നമ്മൾ എന്ത് പറ്റി എന്ന് വെച്ചാൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് വി ആർ ഓൾസോ ഗോയിങ് അലോങ് വിത്ത് ദ സിറ്റുവേഷൻ, ദാറ്റ്സ് ഓൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി ഈ ഒരു സിറ്റുവേഷനെ ചലഞ്ചിങ് ആയിട്ട് എടുത്ത് നല്ല വീഡിയോസ്, ഓൺലൈൻ ടീച്ചിങ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ നല്ല വീഡിയോസ് ഇട്ട് നിങ്ങൾ നല്ല കമന്റ്സ് നിങ്ങളുടെ സ്കൂളിലും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കുട്ടികൾ നന്നായി പഠിക്കാനുള്ള ചാൻസുകൾ വരട്ടെ, സാഹചര്യം വരട്ടെ. ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് അവർ സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ അവർ വരാൻ ഇടവരരുത്. അതിന് മാക്സിമം നിങ്ങൾ നിങ്ങളുടേതായ കഴിവ് മാക്സിമം അതിന് യൂസ് ചെയ്യുക. പിന്നെ വൺ മോർ തിങ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നൊരു കൺസെപ്റ്റ് ഒന്നും എടുക്കരുത്. അങ്ങനെ പിള്ളേർ ഇരിക്കില്ല, പ്രത്യേകിച്ചും KG ഇരിക്കില്ല, പേരൻസിനും പറ്റില്ല, അവർക്കും വേറെ പല പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ മേ ബി ഒരു 30 മിനിറ്റ്സ് ഒരു 1 hour ഗ്യാപ്പ് കൊടുത്തു വേണം നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനും കൂടെ ഞാൻ പറയുകയാണ്. അതൊക്കെ നിങ്ങളുടെ മാനേജ്മെന്റും പ്രിൻസിപ്പലും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എന്നാ സ്ക്രീൻ കാണിക്കൂ, കിട്ടുന്നവരുടെ ഒക്കെ ഞാൻ പേര് വായിക്കാം. പോവല്ലേ, ടാറ്റയൊക്കെ തന്നിട്ട് പോണേ.
വാട്സപ്പ് നമ്പർ വരും, അത് കിട്ടിയിട്ടേ പോകാൻ പാടുള്ളൂ. എനിക്ക് ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ വായിച്ചാൽ ഗാലക്സി M30 or 20, ഗാലക്സി J7 Pro, ഗാലക്സി ON5 Pro, ഇതൊക്കെ പേരാണ്. അപ്പൊ നിങ്ങൾ അതെന്താ ശ്രീത്തെ, ഇതിൽ തന്നെ നമ്മൾ കയറുമ്പം റീനെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സൂമിൽ കയറുമ്പോൾ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ നിങ്ങളുടെ പേരാക്കി കൊടുത്താൽ ആ പേരെ കാണും. മഞ്ജു സുരേഷ് മിസ്, സിന്ധു സുരേഷ് മിസ്, പിന്നെ യശോദ ഷാജി, മായ ആർ, ഷെമി, ജിൽബി ഹോംസ്, ഫാത്തിമ, അബ്ദുൾ സലീം, then മധുബാല മിസ്, ശ്രീത്ത് ഓടിക്കുവാണല്ലോ, റിൻസ സലാം, then വിദ്യ വിജയൻ, ജിജി ജോസഫ്, അച്ചു, മേരി ലിൻസി, then ടിൻറ്റു മിസ്, ജാസ്മിൻ ജോമോൻ, വിദ്യ വിജയൻ, കീർത്തി ബാബു, പാവന, സിസ്റ്റർ പാവന, then ഹാഷിം ഷാജി, ദീപ ആന്റണി, പുഷ്പലത, ധന്യ, ഓടല്, ഗിൽഡ, സരിക മിസ്, ശ്രുതി വിപിൻ, തങ്കമ്മ, അയ്യോ ഇത് വായിക്കുന്നതിന് മുമ്പ് ഈ ശ്രീ തൊട്ട് ശരിയല്ല ഇവിടെ, മെഴ്സി തോമസ്, ശ്രീലത മിസ്, സരിക മിസ്, then അങ്ങനെ കുറെ പേര്, കൂടുതലും മൊബൈലിന്റെ പേരാണ്. അനു ജോസഫ്, സിസ്റ്റർ മിനി, then ക്ലൗഡിയ അബ്രഹാം, നിഷ ജോസഫ്, എല്ലാ ടീച്ചേഴ്സിനും താങ്ക് യു സോ മച്ച്. അർച്ചന നായർ, then അനു ജോസഫ്. ഓക്കെ കുറെ പേരൊക്കെ ഞാൻ വായിച്ചു കേട്ടോ. ഇത്രയും ശ്രീ തന്നെ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ഫോൺ ചൂടായെന്ന് എന്നോട് പറയുവാണ് ശ്രീ, അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പൊ വാട്സ്ആപ്പ് നമ്പർ ഇടാം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഡിയർ ടീച്ചേഴ്സ്. ഇങ്ങനെ ഒരു മീറ്റിംഗിൽ വന്നത് നിയർലി 400 ടീച്ചേഴ്സ് ഉണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് നമ്പർ. നമ്മൾ അത്രയും നമ്മളോട് കാണിച്ച ആ കോപ്പറേഷന് നന്ദി. ലവ് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല ബ്യൂട്ടിഫുൾ വീഡിയോസ് എടുത്ത് ഗ്രേറ്റ് ഓൺലൈൻ ടീച്ചിങ് ടൈം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ലവ് യു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സീ ദ വാട്സ്ആപ്പ് നമ്പർ. വൺസ് അഗെയിൻ ആ വാട്സ്ആപ്പ് നമ്പറിലെ പേര്, നിങ്ങളുടെ സ്കൂളിന്റെ പേര്, നിങ്ങളുടെ സ്ഥലം, ഇത്രേ എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് ആ ഏരിയ തിരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്കി എല്ലാം അയച്ചു തരാം. താങ്ക് യു. താങ്ക് യു. ഭയങ്കര ഇതായി തോന്നേ, അതല്ലേ വന്നോണ്ടിരിക്കണേ. ആ ഫീഡ്ബാക്കിന്റെ വേണൊരു എന്റെ